ഹായ്, ഏവർക്കും ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് ആൾക്കാർക്ക് വെളിവ് വീണുകൊണ്ടിരിക്കുന്നു. വെളിവും വെള്ളിയാഴ്ചയും ലഭിച്ച ധീരന്മാരായ ആൾക്കാർ നിർഭയത്വത്തോടുകൂടി ജീവിതമാണെങ്കിലും ഒന്ന്, മരണമാണെങ്കിലും ഒന്ന് എന്നു മാത്രം നിശ്ചയിച്ചുറപ്പിച്ച് പ്രതിബന്ധങ്ങളെ വെല്ലുവിളിച്ച് അവർ മനസ്സിലാക്കിയ സത്യങ്ങളെ തുറന്നു പറയാൻ സന്നദ്ധരായിരിക്കുന്നു. എന്താണ് ഈ മതം? ഒരു മതപണ്ഡിതന്റെ വിശിഷ്ടമായ ഒരു വാചകത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു നല്ല പലഹ, അതിൽ 4 തുളഹ, അതിൽ ബിസ്കോത്ത് പോലെയുള്ളൊരു സാധനം കൊണ്ട് ഞമണ്ടി കളിക്കുന്നത് ഹറാമാ. ഒരു പലക, അതിൽ 4 തുളഹ, ബിസ്കോത്ത് പോലൊരു സാധനം കൊണ്ട് ഞമണ്ടി കളിക്കുന്നത് ഹറാം. എന്താണ്? ക്യാരം ബോർഡിനാണ് ഈ പറയുന്നത്. ഇത്തരം വിവരക്കേടുകൾ സമൂഹത്തിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർ ഭയങ്കര എന്തൊക്കെയോ പാണ്ഡിത്യവും വിജ്ഞാനത്തിൻ്റെ സകല ഏടുകളും സ്വായത്തമാക്കി സർവവിജ്ഞാന കോശമാണ് എന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പണം കൊണ്ട് കൊഴുത്ത് വീർക്കുന്ന ചില ആൾക്കാരാണ് എല്ലാത്തരം പുരോഗമനങ്ങളിൽ നിന്നും സമൂഹത്തെ തടഞ്ഞു നിർത്തുന്നത്. ഇപ്പോൾ വാക്സിനേഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടു, മുസ്ലിം സമൂഹം എഴുത്ത് വന്നപ്പോൾ എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല, പാഠശാലകളിൽ മുസ്ലിം പ്രാതിനിധ്യം അമ്പേ കുറവായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മളോടൊപ്പമുള്ള തോന്യാസിയും തെമ്മാടിയും വിവരദോഷിയും നരകത്തിലെ തീക്കട്ടയും വിറകുകൊള്ളിയും ഒക്കെ എന്ന് മതവിശ്വാസികൾ വിശേഷിപ്പിക്കുന്ന, എന്നാൽ നമുക്കറിയാം കുഞ്ഞുമുത്ത് കുപ്പയിൽ കിടന്നാലും തിളങ്ങും. ഒരു AP സുന്നി യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് ആ വിശ്വാസം പേറ് ജീവിച്ച ജാഫർ ചളിക്കോട് എന്ന എഴുത്തുകാരനും വളരെ വലിയ യുക്തിവാദ പ്രവർത്തകനും ഏത് പരിപാടിക്കും വളരെ ആക്റ്റീവായി ഫ്രണ്ട് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന കക്ഷിയാണ് ജാഫർ ചളിക്കോട്. ആരോടും എന്തു തരത്തിലുള്ള ചോദ്യങ്ങളും തുറന്നു ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അയാളുടെ പേരാണ് ജാഫർ ചളിക്കോട്. ധാരാളം അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പ്രതിഭയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജാഫർ തന്നെ വന്നിട്ടുണ്ട്, ബാക്കി ജാഫർ പറയും. ഞാൻ ജാഫർ ചളിക്കോട്, കോഴിക്കോട് ജില്ലയിലെ എളേറ്റിൽ ചളിക്കോട് സ്വദേശിയാണ്. ഭാര്യ നാജിയ ടീച്ചറാണ്. മകൻ ഇഷാൻ 4.5 വയസ്സായി. ഞങ്ങൾ 3 കുട്ടികളായിരുന്നു. ഏട്ടനും ഒരു പെങ്ങളുമാണുള്ളത്. AP സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എഴുത്ത്, വായന ഇതിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ്. കഥ, കവിത വിഭാഗങ്ങളിലായി 3-4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു 6ഓളം അവാർഡുകൾ വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജാഫർ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വർഗത്തിൻ്റെ, സർവോപരി അള്ളാഹു തൃപ്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ ദൂതന് നൽകിയ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചത്? താങ്കൾക്ക് ഇസ്ലാം മതത്തിൽ ജനിക്കാനേ കഴിഞ്ഞുള്ളൂ, അതിൽ ജീവിച്ചു മരിക്കണമെങ്കിൽ 72 ഹൂറികൾ ഒക്കെ കളഞ്ഞു കുളിച്ചല്ലോപ്പ. അതിനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു AP സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എത്രമാത്രം മതനിഷ്ഠകൾ പുലർത്തിയ ആളാണ് എന്ന് കൂടി അതിൽ നിന്ന് ഊഹിക്കാവുന്നതാണ്. കാരണം എൻ്റെ ചെറുപ്പം മുതൽ തന്നെ മദ്രസ പഠനം, അതിനുശേഷം മതത്തെക്കുറിച്ചുള്ള വീട്ടിലും നമ്മുടെ നാട്ടിലും കാണുന്ന ആചാരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ എല്ലാ ആചാരങ്ങളും പുലർത്തി പോകുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ.
ഒരു 5-8 വർഷം മുമ്പ് വരെ തന്നെ എല്ലാ ആചാരങ്ങളും പുലർത്തിപ്പോരുകയും അതേപോലെ തന്നെ കുറച്ച് പ്രവാസിയായി ജീവിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. പിന്നെ പ്രവാസകാലത്ത് മക്കത്ത് പോയിട്ട് അവിടുന്ന് ഉംറ വരെ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ എനിക്കറിയാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ 30 നോമ്പും നോറ്റ് പള്ളിയിൽ തളർന്ന് വീണിട്ട് എന്നെ വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുവരെ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം മത കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്ന ഒരാളായിരുന്നു ഞാൻ. മതം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഓരോ ആൾക്കാർ മതം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം മതം എന്നത് ജന്മം കൊണ്ട് മാത്രം മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒന്നായിട്ടല്ല. അതും എനിക്ക് ഒരു മേന്മയും തോന്നിയിട്ടില്ല. കാരണം ഓരോ വ്യക്തിയും അവന് ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ, അല്ലാതെ തന്നെ ഓരോ മതത്തിൽ ജനിച്ചു വീഴുന്നു. ആ മതം ഏത് മതമാണോ അത് തന്നെ മഹത്വവൽക്കരിക്കുകയും അതിന് മാത്രം സിദ്ധാവാദ വിളിക്കുകയും ആ മതത്തിലൂടെ വളർന്ന് മരിക്കുകയും ആണ് ചെയ്യുന്നത്. കാരണം ഒരുപക്ഷെ നമ്മൾ മറ്റൊരു മതത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ മകനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മതത്തിലായിരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാൻ കൂടി വഴിയില്ലാത്ത രീതിയിൽ നമ്മുടെ തലച്ചോറിലേക്ക് ചെറുപ്പത്തിൽ തന്നെ മതം കുത്തി നിറക്കപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. കാരണം നമ്മൾ പിന്നെ ഞാൻ മതം എങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ, ഖുർആൻ വായിച്ചിട്ട് പൂർണ്ണമായി മതം ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. കാരണം സകല ലോകർക്കായിട്ട് മനുഷ്യനെയും ഭൂമിയൊക്കെ ലോകം തന്നെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു പ്രത്യേകമായി എഴുതി ചേർക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം എന്ന് കേട്ട് പഠിച്ച ഈ ഖുർആൻ എനിക്ക് ഒരു 10 വർഷം മുമ്പേ മലയാളത്തിൽ ഒന്ന് വായിക്കണം എന്ന് തോന്നി. അതിനു മുമ്പേ നമ്മളിങ്ങനെ ഓതുന്നതാണ്, കാണാപ്പാഠം പഠിക്കുന്നതാണ്. ഇത് മലയാളത്തിലൊന്ന് വായിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്നിൽ കുറേ സംശയങ്ങൾ നിലയ്ക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ പരിഭാഷ വായിച്ച് തീർത്തു. അപ്പോഴേക്കും എനിക്ക് വല്ലാതെ കാര്യങ്ങളൊക്കെ മുളപൊട്ടാൻ തുടങ്ങി. പിന്നെയും ഞാൻ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴൊക്കെ ഒരുപക്ഷെ എന്നിൽ കൂടുതൽ സംശയങ്ങൾ ഇങ്ങനെ ജനിച്ചു കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ മതം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നി ഈ കൂടുതലായിട്ട് ഖുർആനൊന്ന് നന്നായിട്ട് വായിക്കണം, ഹദീസുകൾ വായിക്കണം. അങ്ങനെ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അതിന് ഖുർആൻ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കഴിയുന്നത്ര തഫ്സീറുകളൊക്കെ നോക്കി വായിച്ചു. ആ വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കോമഡി ഗ്രന്ഥം അത് ഖുർആനാണ്. ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധ ഗ്രന്ഥം അത് ഖുർആനാണ്. കാരണം ഇത്രമാത്രം മറ്റ് മനുഷ്യരെ അവഹേളിക്കുന്ന തരത്തിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യാനും അവരെ കൊല്ലാനും കണ്ടെടുത്ത് വെച്ച് വെട്ടാനും അവർ അടുത്ത് താമസിക്കുന്നവരായിക്കോട്ടെ എന്നാലും അവർ മുസ്ലിം ആവുന്നവരെ അവർക്കെതിരെ യുദ്ധം ചെയ്യാനും ആഹ്വാനം ചെയ്യുന്ന ഗോത്ര നിയമങ്ങളെ ഇക്കാലത്തും പിന്തുടരാൻ ആഹ്വാനം ചെയ്യുന്ന, എല്ലാ കാലത്തേക്കും വേണ്ടി എഴുതപ്പെട്ടതെന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി അതിൽ ദൈവം എന്ന കൺസെപ്റ്റ് ഒരു ക്രൂരനായ ഏകാധിപതിയുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി മതം വിട്ട ഒരാളാണ് ഞാൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കും ലോകാവസാനം വരേക്കുമുള്ള ജനതയ്ക്ക് സന്മാർഗമായി മാനവരാശിക്കു മുഴുവനും മാർഗദർശനമായി നിലകൊള്ളുന്ന എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രശ്ന നിവാരണ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് തള്ളുകൾ. അതിനോട് എന്താണ് ഖുർആൻ വായിച്ച മനസ്സിലാക്കിയ ഒരു യുക്തിവാദി എന്ന നിലയ്ക്ക് ജാഫറിന് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വായിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാതെ അവർ കുറച്ചു കാലം അവർ മദ്രസ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാവും, ബാക്കി അവർ മുസ്ലിംമാർ വാഴ്ന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവാം, ബാക്കിയെല്ലാം മുൻ തലമുറകൾ ചെയ്ത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പിന്തുടർന്ന് ജീവിച്ചു മരിക്കുന്നവർ മാത്രമാണ്. വായിച്ച് മനസ്സിലാക്കുന്നവർ കുറവാണ്.
പിന്നെ നിഷ്പക്ഷമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കാപട്യങ്ങളെ മനസ്സിലാവുകയും ചെയ്യുള്ളൂ. ഖുർആൻ എന്ന് പറഞ്ഞാൽ 13 വർഷക്കാലം മുഹമ്മദ് മക്കയിൽ മതപ്രബോധനം നടത്തുകയും വിരലെണ്ണാവുന്നവർ മാത്രം മതത്തിലേക്ക് ചേരുകയും ചെയ്തു. മതത്തിലേക്ക് ആൾക്കാരെ കിട്ടാതിരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ പരിവേദനങ്ങളും നരകത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും സ്വർഗത്തിൽ നേടാനുള്ള കഥകൾ പറഞ്ഞിട്ട് അവരെ കൊണ്ട് താല്പര്യപ്പെടുത്തുകയും അതേപോലെ ആരും ചേരാത്തതിൻ്റെ പരിവേദനങ്ങളും കെട്ടുകഥകളും പറഞ്ഞ് മാത്രം മുന്നോട്ട് പോകുന്നൊരു അതിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ 10 വർഷം മദീനയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ മദനീയ സൂറത്തുകളിലൊക്കെ നമുക്ക് കാണുന്നത് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും വിവരിക്കുന്നത് മാത്രമാണ്. അതായത് ആവർത്തനങ്ങൾ ഒഴിവാക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഖുർആനിൻ്റെ 1/4 പോലും ഉണ്ടാകുമായിരുന്നില്ല. പരസ്പര വൈരുദ്ധ്യങ്ങൾ, ആവർത്തനങ്ങൾ, ശാസ്ത്രീയ പൊട്ടത്തരങ്ങൾ, വിവരക്കേടുകൾ, മനുഷ്യത്വ വിരുദ്ധമായ ആഹ്വാനങ്ങൾ ഇവ മാത്രം നിറഞ്ഞ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഖുർആൻ തോന്നിയത്. ഒരു മനുഷ്യനെ മുസ്ലിമായി ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. അതൊക്കെ മുഹമ്മദ് അതിൽ എഴുതി ചേർക്കാൻ മറന്നുപോയി. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 240 കൊല്ലത്തിന് ശേഷം എഴുതപ്പെട്ട സഹീഹുൽ ബുഖാരിയും 280 കൊല്ലത്തിന് ശേഷം എഴുതപ്പെട്ട സഹീഹ് മുസ്ലിമും 300 കൊല്ലത്തിന് ശേഷം എഴുതപ്പെട്ട മറ്റ് ഹദീസുകളൊക്കെ സഹീഹു സിത്ത എന്നാണല്ലോ പറയാം. ആ ഹദീസുകളോ മറ്റ് വ്യാഖ്യാന കിതാബുകളോ നോക്കിയിട്ട് വേണം ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ. എന്നാൽ ഈ ഹദീസുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ പലവിധമാണ്. ഇതിലൊന്നും ഏകീകരണമായ ഒരു കാര്യങ്ങളും നമുക്ക് കിട്ടുകയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്ലാം കാര്യം നമുക്കറിയാം. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ 5 കാര്യമാണ്. ഷഹാദത്ത് കലിമ അതേപോലെ തന്നെ ഖുർആനിലെ അതേപോലെ ഒരു വാക്യങ്ങൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയില്ല. നിസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖുർആൻ മൊത്തം തപ്പിയാൽ 11-ാമത്തെ സൂറത്ത് ഹൂദിൽ 114-ാമത്തെ ആയത്തിൽ നമുക്ക് 3 നേരം നിസ്കരിക്കാൻ പറയുന്നതായിട്ട് കാണാം. അതേപോലെ സക്കാത്തിനെക്കുറിച്ച് വളരെ കുറച്ച് വിവരിക്കുന്നേ ഉള്ളൂ. പിന്നെ സക്കാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നീതിമാനായ അള്ളാഹു കുറേ ആൾക്കാരിൽ പൈസ കൊടുക്കുന്നു, കുറേ ആൾക്കാരിൽ പാവങ്ങളായിട്ട് സൃഷ്ടിക്കുന്നു. എന്നിട്ട് പാവങ്ങളെ ഔദാര്യം കൊടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പൈസക്കാരേതായാലും സ്വീകരിച്ചുകൊണ്ട് പാവങ്ങൾ ജീവിക്കേണ്ട അവസ്ഥ. പക്ഷേ അള്ളാഹു നീതിമാനാണെന്ന് ഖുർആനിലുടനീളം പറയുന്നുണ്ട്. ആര് പറയുന്നു? അള്ളാഹു തന്നെ പറയുന്നുണ്ട്. പിന്നെ നോമ്പിനെക്കുറിച്ചാണെങ്കിൽ 2-ാമത്തെ സൂറത്തായ അൽ ബഖറയിൽ 153, 154, 155, 157 അങ്ങനെ കുറച്ച് 4-5 ആയത്തുകളിൽ മാത്രം കാണാം വിവരിക്കുന്നതായിട്ട്. അതിൽ തന്നെ പ്രഭാതത്തിൻ്റെ വെള്ള ഇഴകൾ കറുപ്പ് ഇഴകളിൽ നിന്ന് വേർതിരിച്ച് കാണും വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ തന്നെ നമുക്കറിയാം ആർട്ടിക് സമുദ്രത്തിലൊക്കെ കഴിയുന്ന ആൾക്കാർ ഒരുപക്ഷെ ദീർഘമായ രാത്രികളും ദീർഘമായ പകലും അവിടെ ഉണ്ടാകുന്നത്. മാസങ്ങളോളം രാത്രി ഉണ്ടാകും, മാസങ്ങളോളം പകലുകൾ ഉണ്ടാകും. അവരൊക്കെ ഇങ്ങനെ നോമ്പ് നോക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പിന്നെ ആ കാലഘട്ടത്തിലെ സാമാന്യ വിവരം മാത്രമാണ്, അറിവായ സാമാന്യ വിവരം മാത്രമാണ് ഖുർആനിലുള്ളതെന്ന് ഖുർആൻ വായിച്ച ആർക്കും മനസ്സിലാവും. പിന്നെ ഹജ്ജിനെക്കുറിച്ച് വളരെ കുറച്ച് പറയുന്നില്ല. അത് ജൂതന്മാരുടെ ആചാരം അതേപടി കോപ്പി അടിച്ചാണല്ലോ ഹജ്ജ്. മറ്റൊന്ന് ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് നോക്കിയാൽ എവിടെയും കാണില്ല. ഹദീസ് നോക്കിയാൽ ഒരു ബുഖാരിയിൽ 80-ാമത്തെ വയസ്സിൽ ഇബ്രാഹിമിൻ്റെ ചേലാകർമ്മം ഒരു കോടാലി കൊണ്ട് അള്ളാഹു നിർവഹിച്ചു എന്നൊന്ന് കാണാൻ എന്നല്ലാതെ അതൊന്നും ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുഹമ്മദിന് വേണ്ട ഭൗതിക കാമമോഹങ്ങളെ സ്ഥാപിച്ചെടുക്കാനുള്ള എല്ലാ ആയത്തുകളും അന്നേരം അള്ളാഹു ഖുർആനിൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് മുഹമ്മദ് തന്നെയാണ് ജനത്തോട് പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഇതിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഖുർആനിൽ ആയത്തിറക്കാൻ അള്ളാഹ് മറന്നെങ്കിലും മുഹമ്മദിന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 33:50 മുഹമ്മദിൽ മികച്ച മാതൃകയുണ്ടെന്ന് പറയാൻ അള്ളാഹ് മറന്നില്ല. 33:21 അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ മുഹമ്മദിനെയും അനുസരിക്കണമെന്ന് ഖുർആനിൽ ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 8:46, 4:80, 64, 12 മുഹമ്മദ് ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്ന് പറയാൻ അള്ളാഹ് മറന്നില്ല. 33:36 മുഹമ്മദ് എന്ന പേര് കേട്ടാൽ ഉടനെ മുഹമ്മദിന് സമാധാനം കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചെല്ലണമെന്ന് അള്ളാഹ് പറഞ്ഞാൻ മറന്നില്ല. 33:56 33:56
അതേപോലെ മുഹമ്മദിന് കാരുണ്യത്തിന് വേണ്ടി അള്ളാഹും മലക്കളും പ്രാർത്ഥിക്കുന്നെന്ന് പറയാൻ അള്ളാഹ് മറന്നില്ല. 33:56 തന്നെ. മുഹമ്മദിന് ഇതുവരെ കാരുണ്യം കൊടുത്തിട്ടില്ല എന്ന് മറ്റൊരു ചോദ്യമാണ്. അതുതന്നെ അള്ളാഹ് ആരോടാണ് മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് വേറൊരു ചോദ്യമാണ്. മുഹമ്മദിനെതിരെ ഗൂഢാലോചന നടത്തരുതെന്ന് 58:9-10. മുഹമ്മദിനെ ദ്രോഹിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നെന്ന് 33:57. മുഹമ്മദിന് വഴി തെറ്റിയിട്ടില്ലെന്ന് മുഹമ്മദ് ദുർമാർഗിയായിട്ടില്ലെന്നും 53:2. മുഹമ്മദിന് ഭ്രാന്തില്ലെന്ന് 52:29. യുദ്ധത്തിൽ നേടിയെടുക്കുന്ന കൊള്ള മുതലുകൾ അള്ളാഹുവിനും മുഹമ്മദിനും ഉള്ളതാണെന്ന് 8:1. കൊള്ള മുതലുകൾ പങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാരെ യുദ്ധത്തിന് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ യുദ്ധത്തിൻ്റെ 1/5 മാത്രം അള്ളാഹുവിനും മുഹമ്മദിനും മതിയെന്നും ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കുക എന്ന ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 8:41. 8:1 നേർ വിപരീതമാണിത്. യുദ്ധത്തിലൂടെ നേടിയ കൊള്ള മുതലുകളിൽ മുഹമ്മദ് മറ്റുള്ളവർക്ക് നൽകുന്നത് എന്തോ അത് സ്വീകരിക്കണം എന്ന് പറയാൻ അള്ളാഹ് മറന്നില്ല. 59:7. മുഹമ്മദിനെ കാണാൻ ചെല്ലുമ്പോൾ തിരുമുൽ കാഴ്ചയായി കൈകൂലി കൊടുക്കണമെന്ന് ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 58:12. ആരും കൈക്കൂലിയുമായി വരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആരും കൊടുക്കേണ്ടതില്ലെന്നും നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയും മുഹമ്മദിനെ അനുസരിക്കുകയും ചെയ്താൽ മതിയെന്നും വിട്ടുവീഴ്ച ചെയ്ത് ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 58:13. മുഹമ്മദിനെ ആരൊക്കെ കെട്ടാമെന്നും ഉമ്മയും പെങ്ങളുമല്ലാത്ത സകല സ്ത്രീകളും അനുവദനീയമാണെന്നും 33:50. സ്വന്തം ശരീരം ദാനം ചെയ്യുന്ന സ്ത്രീകളെയും അടിമകളെയും മുഹമ്മദിന് ഇഷ്ടം പോലെ വിനിയോഗിക്കാമെന്ന് 33:50. ഭാര്യമാരോട് ഒരു നീതിയും കാണിക്കാതെ എങ്ങനെ വേണമെങ്കിലും പെരുമാറാമെന്ന് 33:51. മുഹമ്മദ് തൻ്റെ ഭാര്യമാരെ മൊഴി ചൊല്ലിയാൽ പകരം അവരെക്കാൾ നല്ല ഭാര്യമാരെ അള്ളാഹു മുഹമ്മദിന് കൊടുക്കുമെന്ന് പറഞ്ഞ് മുഹമ്മദിന് തൻ്റെ ഭാര്യമാരെ പേടിപ്പിച്ച് നിർത്താൻ ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 66:5. മുഹമ്മദിൻ്റെ ഭാര്യമാർ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് 33:59. വിശ്വാസികളുടെ ഉമ്മമാരാണെന്ന് പറഞ്ഞിട്ടും മുഹമ്മദിൻ്റെ ഭാര്യമാർ മറ്റുള്ളവരോട് മറക്കപ്പുറം നിന്ന് പെരുമാറണമെന്ന് 33:53. മുഹമ്മദിൻ്റെ ഭാര്യമാർ മറ്റുള്ളവരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുതെന്നും അത് മറ്റുള്ളവരുടെ മനസ്സിൽ മോഹമുണർത്തുമെന്നും അവർ സൗന്ദര്യം വെളിവാക്കി വിലസി നടക്കരുതെന്നും വീടുകളിൽ അടങ്ങിക്കഴിയണമെന്നും 33, 32, 33. സ്വന്തം ദത്തുപുത്രനായ സയ്യിദിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. അത് ജനങ്ങളെ പേടിച്ചു മനസ്സിലൊളിപ്പിച്ചു വെച്ചപ്പോൾ നീ ജനങ്ങളെ പേടിക്കേണ്ടെന്നും അള്ളാഹുവിനെ പേടിച്ചാൽ മതിയെന്നും പറഞ്ഞ് അള്ളാഹു നേരിട്ട് വന്ന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ എന്ന ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 33, 37. ഇത്തരം കാര്യങ്ങളിൽ പ്രവാചകന് ഒട്ടും പ്രയാസം തോന്നേണ്ടതില്ലെന്നും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതാണെന്ന് 33, 38. മുഹമ്മദിന് സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാനായി അതുവരെ ഉണ്ടായിരുന്ന ദത്തുമക്കൾക്ക് സ്വന്തം മക്കളെ പോലെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ നിഷേധിക്കുകയും ദത്തു സമ്പ്രദായം തന്നെ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 33, 4, 5. അടിമ സ്ത്രീകളെ പ്രവാചകന് ഏത് രീതിയിലും ഉപയോഗിക്കാമെന്ന് 33, 52. അടിമ സ്ത്രീകളെ ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി അവരുടെ സമ്മതമില്ലാതെ വിനിയോഗിക്കാമെന്ന് 4, 24. പ്രവാചകന്റെ വീടുകളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുതെന്നും അവിടെ നിന്ന് ആഹാരം പാകമാകുന്നത് പ്രതീക്ഷിക്കരുതെന്നും അഥവാ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ആഹാരം കഴിച്ച് ഉടനെ പിരിഞ്ഞു പോകണമെന്നും അവിടെ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കരുതെന്നും 33, 53. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മുഹമ്മദിന് ലജ്ജയുണ്ടെന്നും എന്നാൽ അള്ളാഹുവിന് തീരെ ലജ്ജയില്ലെന്നും പറഞ്ഞ് ലജ്ജയില്ലാതെ വന്ന് ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 33, 53. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാനെന്ന് പറഞ്ഞ് ധാരാളം പെണ്ണ് കെട്ടിയ മുഹമ്മദിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ആയത്തിറക്കാൻ അള്ളാഹ് മറന്നില്ല. 33, 53. തർക്കങ്ങളിൽ മുഹമ്മദ് കൽപ്പിക്കുന്ന വിധി തീർപ്പുകൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചില്ലെങ്കിൽ അവർ സത്യവിശ്വാസികളാവുകയില്ലെന്ന് 4, 65. മുഹമ്മദിൻ്റെ ജീവൻ്റെ കാര്യം അവഗണിച്ച് മദീനക്കാർക്ക് അവരുടെ വീട്ടിലിരിക്കാൻ അവരുടെ സ്വന്തം കാര്യം നോക്കാൻ അനുവാദമില്ലെന്ന് 9, 120. മുഹമ്മദിൻ്റെ വന്നതും വരാനുള്ളതുമായ പിഴവുകളൊക്കെയും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നത് 48, 2. മറ്റുള്ളവർ പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്നും അന്യോന്യം ഒച്ചവെക്കുന്നത് പോലെ മുഹമ്മദിനോട് ഒച്ചവെക്കരുതെന്നും 49, 2. മുറികൾക്ക് വെളിയിൽ നിന്ന് മുഹമ്മദിനെ വിളിക്കുന്നവർ ഒന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരാണെന്ന് 49, 5. ഇത് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഖുർആൻ തപ്പിയാൽ ഒരു വിശ്വാസിക്ക് എങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്ന ഒന്നും കണ്ടിട്ടില്ലെങ്കിലും മുഹമ്മദിന് വേണ്ട
മോഹങ്ങൾ, താല്പര്യങ്ങൾ ഇവയൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടി അന്നേരം ആയത്തുകൾ ഇറക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് നമ്മൾ ഖുർആനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആർക്ക് വേണ്ടിയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാക്കിയതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാനവരാശിക്ക് മൊത്തം വെളിച്ചമാവാൻ വേണ്ടിയുള്ള ഗ്രന്ഥമാണോ, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഗ്രന്ഥമാണോ എന്ന് നമുക്ക് ഇത് വായിച്ചാൽ തന്നെ തീർച്ചയായിട്ടും മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മതം വിടുന്ന മണക്കൂസുകളൊക്കെ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ദൈവത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമൊക്കെ. അപ്പോൾ അതെന്താണ് എന്ന് ജാഫർ പറയട്ടെ. ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ മനസ്സിലാക്കി ഖുർആൻ വായിച്ചതിന് ശേഷം തന്നെ എൻ്റെ മതത്തിൻ്റെ കിളി എന്നിൽ നിന്ന് പറന്നു പോയതാണ്. പക്ഷേ ഉടനെ തന്നെ ഞാൻ മതം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മതം വീണ്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വായിച്ചതിന് ശേഷമാണ് മതം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ എന്നിൽ ഒരുപാട് സംശയങ്ങൾ ഞാൻ നേലിക്കുമായിരുന്നു. ആദ്യമായിട്ട് തന്നെ എനിക്ക് ആദമിനെയാണ് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് കൊണ്ട് ആദമിനെ സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്. അള്ളാഹു ആദമിനെയാണ് സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ആദമിന് ഈ നിസ്കാരം, നോമ്പ്, മറ്റ് ഇസ്ലാമിക ചര്യകളൊന്നും കൊടുക്കാതെ ഒരുപാട് ജനസഞ്ചയങ്ങൾ മരിച്ചു പിരിഞ്ഞു പോയതിനു ശേഷം മുഹമ്മദ് എന്ന ഒരാളിലൂടെ ഇസ്ലാം ചര്യകളൊക്കെ കൊടുത്ത് പൂർത്തീകരിച്ചത് എന്തിനാണ് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആദമാണ് ആദ്യം ഉണ്ടായതെങ്കിൽ ആദമിന് ശേഷം വരുന്ന തലമുറകളിലൊക്കെ ആദം സംസാരിച്ച ഭാഷ, ആ സംസ്കാരം, ആ വിഭാഗങ്ങൾ, അതേപോലത്തെ ഒരൊറ്റ വിഭാഗമായിട്ടായിരുന്നു ജനസഞ്ചയങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നത്. നമുക്കറിയാം, പല വിഭാഗങ്ങളായിട്ട്, പല സംസ്കാരങ്ങളായിട്ട്, പല ഭാഷകൾ, വ്യത്യസ്ത ഭാഷകളിലാണ് ഇന്ന് കാണുന്ന ജനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഖുർആനിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാധിപതിയായ, നായകക്ക് 40 വട്ടം കാരുണ്യവാനും കരുണാനിധിയുമാണ് എന്ന് പറയുന്നെങ്കിൽ കൂടി ഏകാധിപതിയായ, തന്നെ വണങ്ങാത്ത, തനിക്ക് എപ്പോഴും സ്തുതിഗീതങ്ങൾ പാടാൻ വേണ്ടിയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും സ്തുതിഗീതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുന്നത്. ആ സർവജ്ഞാനിയാണ്, എല്ലാം തികഞ്ഞവനാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ഇത്തിരി പോകുന്ന മനുഷ്യൻ്റെ സ്തുതിഗീതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് ഖുർആനിലെ ദൈവം. ആ ദൈവം തന്നെ സകല മനുഷ്യരെയും സൃഷ്ടിച്ചു. പക്ഷേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും സൃഷ്ടിക്കുന്നു. അതിൽ മുസ്ലിങ്ങളെ മാത്രം സ്വർഗത്തിൽ കടത്തുകയും ബാക്കി എല്ലാവരെയും നരകത്തിലെ വിറകുകൊള്ളികളാക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഏകാധിപത്യ മനോഭാവമുള്ള ഒരു ദൈവസങ്കല്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു ദൈവമേ ആയിരുന്നില്ല. പിന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു വിചാരിക്കാതെ ഒരു കാര്യവും നടക്കില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹു വിചാരിക്കണം. അമ്മയുടെ വയറ്റിൽ 4-ാം മാസം ഒരു കുഞ്ഞിൻ്റെ 4-ാം മാസത്തിൽ തന്നെ എല്ലാം ആ കുട്ടി എന്താവണം എന്ന് എഴുതി ചേർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എല്ലാം എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഒരാൾ ശരി ചെയ്യാൻ തന്നെ വിചാരിച്ചാലും അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ അയാൾ അത് ചെയ്യില്ല. എല്ലാ തെറ്റുകളും ചെയ്യിക്കുന്ന അള്ളാഹുവാണ്, എല്ലാ ശരിയും ചെയ്യിക്കുന്ന അള്ളാഹുവാണ്. ഈമാൻകാർ 6-ാമത്തെ കാര്യം, അൽ ഖദ്രി ഹരിഹി വ ശരിഹി മിനല്ലാഹി തആല. എല്ലാ തെറ്റും ശരിയും അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അപ്പോൾ സകല തെറ്റും ചെയ്യുന്ന അള്ളാഹു എങ്ങനെയാണ് ഒരു കാരുണ്യവാനും കരുണാമയനുമാകുന്നത് എന്ന് എനിക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ ഒന്നും മനസ്സിലായിരുന്നില്ല. കാരണം സകല തെറ്റും ചെയ്യുന്ന അള്ളാഹുവാണ്. പക്ഷേ ഇപ്പുറത്ത് പറയുന്നുണ്ട് ഇബ്ലീസ് ആണ് എന്ന്, അതും പറയുന്നുണ്ട് ഇബ്ലീസിനെ സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ്. അപ്പോൾ അള്ളാഹ് വിചാരിച്ചാലല്ലാതെ ഒരു നന്മയും ഈ ലോകത്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഈ ലോകത്ത് എല്ലാ കൊടും ക്രൂരതകളും പാപങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന അള്ളാഹ് മുൻകൂട്ടി ആ വ്യക്തികൾ അങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കൊടും കുറ്റവാളി ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇവിടെ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ മരിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരേത് മതത്തിലാണോ ജനിച്ചത് ആ മതത്തിൽ ജീവിച്ചു മരിച്ചവരാണ്. അള്ളാഹു മുൻകൂട്ടി തന്നെ അവർ മറ്റു മതത്തിൽ ജനിപ്പിച്ചു. അവരങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാൻ വേണ്ടി അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു. പക്ഷേ അവർ നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്നാണ് പറയുന്നത്. ഖുർആനിലെ 2 സ്ഥലത്ത് നമുക്ക് കാണാം, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, ലോകം ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകം നിറയ്ക്കുമെന്ന് അള്ളാഹു പ്രതിജ്ഞ ചെയ്തു. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ അള്ളാഹ് അതേ തീരുമാനിച്ച കാരുണ്യവാനായ അള്ളാഹ് മനുഷ്യന്മാരുണ്ടാക്കാനുള്ള കാരണം നരകത്തിലിട്ട് നിറയ്ക്കുക.
അൽഫാം നല്ല ഇഷ്ടം അള്ളാഹ്ക്ക്. അതായത് അൽഫാമും ബ്രോസ്റ്റഡൊക്കെ, അതായത് മനുഷ്യന്മാരെ പൊരിച്ചെടുക്കുക, മനുഷ്യന്മാരെ ചുട്ടെടുക്കുക, എന്നിട്ട് ആഹ്ലാദിക്കുക. ഈ ഒരു ദൈവമാണ് ഖുർആനിൽ പറയുന്നത്. സകല തെറ്റിൻ്റെയും ഉത്തരവാദി ഖുർആനിലെ അള്ളാഹുവാണ്. കാരണം നമ്മളൊക്കെ ഞാൻ ഇങ്ങനെ മതത്തിൽ നിന്ന് വിട്ടുപോരാനും ജാമിദ ടീച്ചർ യുക്തിവാദിയാവാനൊക്കെ അള്ളാഹ് ആദ്യം തീരുമാനിച്ചതാണ്. പക്ഷേ എന്ത് തെറ്റ് ചെയ്യുന്നത് അള്ളാഹ് തീരുമാനിച്ചാണെങ്കിൽ ശിക്ഷ പടപ്പൊക്കെ കൊടുക്കുകയും ചെയ്യും. ആ ഒരു വിവരം കെട്ട അള്ളയാണ് എനിക്ക് ഖുർആനിൽ കാണാൻ പറ്റിയത്. പിന്നെ കാരുണ്യവാനും കരുണാനിധിയുമാണ് അള്ളാഹ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും വൃത്തികെട്ട ഒരു വാക്കായി തോന്നിയത് ഖുർആനിലത്തെ ഓരോ സൂറത്തുകൾ ചൊല്ലുന്ന സമയത്തും അതേപോലെ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്, അതായത് കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് നോക്കുക, എവിടെയാണ് ഈ കാരുണ്യം ഉള്ളത്? ഖുർആനിൽ നമ്മൾ നോക്കിയാൽ ഖുർആനിൽ എവിടെയും കാരുണ്യം കാണാനില്ല. കാരണം ചുട്ടുപൊരിക്കുന്നതെയും അങ്ങനെ ക്രൂരമായ മനുഷ്യനെ ക്രൂരമായ ശിക്ഷകൾ കൊടുത്ത് അത്രയും ക്രൂരനായ ഒരു ദൈവത്തെയാണ് ഞാൻ ഖുർആനിൽ കണ്ടത്. പിന്നെ ഭൂമിയിലെ കാരുണ്യം നമ്മൾ നോക്കിയാൽ ഭൂമിയിൽ എവിടെയാണ് കാരുണ്യം എന്നൊരു അവസ്ഥയുള്ളത്? നമ്മൾ നോക്കി എല്ലാം പോട്ടെ, മുസ്ലിം ജനത ഇപ്പോൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെ എവിടെയോ സമാധാനമുണ്ടോ? മുസ്ലിങ്ങൾ ഇസ്ലാം മതം ഉണ്ടായ എന്നത്, ഇസ്ലാം മതം എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയാം. സമാധാനത്തിൻ്റെ മതം സ്ഥാപിക്കാൻ വേണ്ടി 80ഓളം യുദ്ധങ്ങൾ ചെയ്ത് ചോര കൊണ്ട് വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയെടുത്തൊരു മതമാണ് ഇസ്ലാം. അതിൻ്റെ ഇങ്ങോട്ട് തന്നെ ഓരോ ഖലീഫമാർ തുടങ്ങി മുഹമ്മദ് നബിൻ്റെ ഭാര്യമാർ, അതേപോലെ മുഹമ്മദ് നബിയുടെ മക്കൾ തുടങ്ങി എല്ലാവരും വധിക്കപ്പെടുകയും വെട്ടിയും കൊത്തിയും മരിച്ച ഒരു ചരിത്രമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ആ ചരിത്രം താഴെ ഇപ്പോഴും പോന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ അക്രമങ്ങളും കലാപങ്ങളും മാത്രമാണ്. ഇപ്പോൾ മുസ്ലിം രാജ്യത്തിൻ്റെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളൊക്കെ സ്ഥിതി നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അവിടെയൊക്കെ സമാധാനമില്ലാതെ ആൾക്കാർ പലായനം ചെയ്യുന്നത് ഒന്നുകിൽ മതമില്ലാത്ത രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം കൂടുതൽ രാജ്യങ്ങളിലൊക്കെയാണ് അവരവിടെ സ്വർഗം കണ്ടെത്തുന്നത്. ഒരു മുസ്ലിം രാഷ്ട്രം അവർക്ക് അഭയം കൊടുക്കുന്നുമില്ല. പിന്നെ ഈ കാരുണ്യവാനായ അള്ളാഹ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം, നിത്യേന നടക്കുന്ന അപകടങ്ങൾ, കലാപങ്ങൾ, കൂട്ടപ്പാലായനങ്ങൾ, അങ്ങനത്തെ ഓരോ അവസ്ഥകളിൽ കൂടിയാണ് ലോകം കടന്നു പോകുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് മതകലാപങ്ങളിലാണ്, മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കൊല്ലപ്പെട്ടത് മതകലാപങ്ങളാണ്. വർഷങ്ങളോളം നീണ്ടുന്ന കുരിശ് യുദ്ധങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ 700 കോടി ജനങ്ങളിൽ ഒരുപക്ഷെ 25 കോടിയിലധികം അംഗവൈകല്യമുള്ളവർ ഒക്കെയാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ ഇബ്ലീസിനെ സൃഷ്ടിച്ച ഒരു ദൈവം, അതായത് ശരികൾ മനുഷ്യന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പുറത്തൊരു ഇബ്ലീസിനെയും സൃഷ്ടിച്ച്. അപ്പോൾ ഇവിടെ 1,24,000 പേരെ പലപ്പോഴായിട്ട് അള്ളാഹു എന്തിനിവിടെ മനുഷ്യന്മാരെ നന്നാക്കാൻ അയച്ചു എന്ന് പറയുന്നത്. ആ കൂടുതൽ കുറേ വേദഗ്രന്ഥങ്ങൾ അയച്ചു. ആ കൂടുതൽ തന്നെ മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇബ്ലീസിനെ അയച്ചു. എവിടെയാണ് ഇവിടെ കാരുണ്യം നമുക്ക് അള്ളാഹുവിൻ്റെ കാണാൻ പറ്റുന്നത്? ഇബ്ലീസിനെ അയച്ചു തെറ്റ് ചെയ്യിക്കാൻ. 1,24,000 ആൾക്കാർ എങ്ങനെ മാറി മാറി അയക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഇബ്ലീസിനെ അയക്കാതെന്നാൽ പോരായിരുന്നു? ഇബ്ലീസിന് അള്ളാഹു തന്നെ വഴി പിഴപ്പിച്ചു എന്ന് ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് അള്ളാഹു വേറെ മടിക്കൊന്നും പറയുന്നില്ല. അള്ളാഹു തന്നെയാണ് വഴി പിഴപ്പിച്ചത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാത്ത മലക്കുകളോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എന്നൊരു സ്ഥലത്ത് പറഞ്ഞു. പക്ഷേ ഇബ്ലീസ് ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്നും പറയുന്നുണ്ട്. പൊട്ടത്തരങ്ങളുടെ പറുദീസയാണ് ഖുർആൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കാണാൻ കഴിയില്ല. തൻ്റെ സൃഷ്ടികളെല്ലാം താൻ വിചാരിച്ചാൽ ഇസ്ലാം മതം സ്വീകരിക്കുമെന്നിരിക്കെ അങ്ങനെ ചെയ്യാതെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി കൊന്നും കൊലവിളിച്ചും വാളെടുത്തൊരു മതം സ്ഥാപിച്ചിട്ട് ആ മതത്തിൻ്റെ അപ്പോസ്തലനായ ഒരാൾ കാരുണ്യവാനാണ് എന്ന് പറയുന്നതിലൊരു വിരോധാഭാസം. നമുക്കറിയാം, ബദർ യുദ്ധം നടക്കുന്ന വേളയിൽ ഇറങ്ങിയ ഒരായത്തിൻ്റെ നിങ്ങൾ ശത്രുക്കളുടെ കഴുത്തിന് മീതെ ആഞ്ഞു വെട്ടിക്കൊള്ളുക, അവരുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന്. അവരുടെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കുന്നതിന് ബദലായിട്ട് കുറച്ചൊരു ഈമാൻ ഇട്ട് കൊടുത്താൽ വെട്ടിയും കുത്തിയും ഒന്നും അല്ലാതെ കൊന്നും കൊലവിളിച്ചല്ലാതെ ഒരു മതം സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സ്ഥാപിച്ചില്ല. അപ്പം ഇവിടെയാണ് ഈ കാരുണ്യവാന ഒരു ദൈവം എനിക്ക് ഖുർആനിലും കണ്ടെത്താൻ പറ്റില്ല, ഈ ഭൂമിയിൽ എവിടെ നോക്കിയിട്ടും അവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പടച്ചോൻ, അള്ളാഹു, രക്ഷിതാവ്, റബ്ബ്, റഹ്മാൻ, റഹീം, എത്ര വർണ്ണിച്ചാലാണ് എൻ്റെ റബ്ബിനെ സ്തുതിഗീതങ്ങൾ കൊണ്ട് എനിക്ക്
സംപ്രീതനാക്കാൻ സാധിക്കുന്നത്. അത്രമാത്രം വിശിഷ്ട ഗുണങ്ങൾ കൊണ്ട് സമ്പന്നനായ ആ റബ്ബിൻ്റെ നീതിബോധത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം ജാഫറെ? പിന്നെ അള്ളാഹു നീതിമാനാണ് എന്നാണ് പറയുന്നത്. നീതിമാനായ അള്ളാഹു തന്നെയാണ് ഇവിടെ മനുഷ്യന്മാരെ അടിമകളായിട്ടും ഉടമകളായിട്ടും സൃഷ്ടിക്കുന്നത്. കുറേ ആൾക്കാരുടെ കീഴിൽ അവരുടെ എല്ലാ ആക്രമണങ്ങൾക്കും വിധേയമായിക്കൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ മനുഷ്യരെ അടിമകളായിട്ട് സൃഷ്ടിക്കുക. ഈ അടിമത്വം അംഗീകരിക്കുന്ന ഒരു ദൈവം എങ്ങനെയാണ് നീതിമാനാകുന്നത്? ഇസ്ലാമിൽ അടിമത്തം നിരോധിച്ചില്ല എന്ന് മാത്രമല്ല, ഖുർആൻ്റെ പല ആയത്തുകളും അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ഇഷ്ടം പോലെ അടിമകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. മുഹമ്മദിൻ്റെ ഭാര്യമാർക്ക് അടിമകളുണ്ടായിരുന്നു. കാരണം ഒറ്റയടിക്ക് അടിമകളെ നിരോധിക്കാൻ ഇസ്ലാമിന് പറ്റില്ല. ഓരോ യുദ്ധത്തിലും യുദ്ധമുതലുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അടിമകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. സ്ത്രീകളെ ആരാണോ സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്നത് ഒരുപക്ഷെ ആ സ്ത്രീകൾ അവർക്കുള്ളതായിരുന്നു. അങ്ങനെ അപ്പോൾ അടിമത്തം നിരോധിച്ചാൽ പിന്നെ ഇസ്ലാമിനെ യുദ്ധം ചെയ്തതിലൊന്നും അർത്ഥമില്ലല്ലോ. അപ്പം ഖനീമത്തുകളായി കിട്ടുന്ന 3 തരം യുദ്ധമുതലുകളിൽ പ്രത്യേകിച്ച് അടിമകളായ സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം അടിമത്തം നിരോധിച്ചില്ല എന്ന് മാത്രമല്ല, പല സ്ഥലത്തും അടിമത്തം സാധൂകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് അടിമത്തം നിരോധിക്കാത്തതിൻ്റെ കാരണം ഇവർ പറയുന്നത്, ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഒറ്റയടിക്ക് അടിമത്തം എന്ന സമ്പ്രദായം നിരോധിച്ചാൽ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലായിരുന്നു എന്ന്. ഞാൻ ചോദിക്കട്ടെ, വ്യഭിചാരം ഒറ്റയടിക്ക് നിരോധിച്ചതാണല്ലോ. വ്യഭിചാരം ഒറ്റയടിക്ക് നിരോധിച്ചിട്ടും ഹറാമാക്കിയിട്ടും അന്ന് മുതൽ ഇന്നേ വരെ വ്യഭിചാരം ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് തക്കം കിട്ടിയാലും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ഇവിടുത്തെ മുസ്ലിംമാരും ഒക്കെ തന്നെയാണ് ആദ്യം പീഡന കേസുകൾ മുൻപന്തിയിൽ നിൽക്കുന്നത് നമുക്കറിയാം. മദ്രസകളിലും പള്ളികളിലും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അടിമത്തം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യത്വരഹിതമായ ഒരു സംഭവമായ അടിമത്തം നിരോധിക്കാൻ 18-ാം നൂറ്റാണ്ടിലെ എബ്രഹാം ലിങ്കണൊക്കെ വേണ്ടി വന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഇസ്ലാമിൻ്റെ സംസ്കാരം വൃത്തികെട്ടതാണ് എന്ന് ഇവിടെ കാണിച്ചു തരിക ചെയ്യുന്നത്. അടിമത്തം ന്യായീകരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അടിമകളായ സ്ത്രീകൾ അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി ഉപയോഗിക്കാമെന്ന് വരെ ഖുർആനിലത്തെ ആയത്താണ്. അങ്ങനെ സ്വന്തം സൃഷ്ടികളെ അടിമ ഉടമ എന്ന് വേർതിരിക്കുന്ന ഒരു ദൈവം എങ്ങനെയാണ് ഒരു കാരുണ്യവാനും നീതിമാനുമാവുന്നത്? പിന്നെ ഖുർആനിൽ കാണാൻ നിങ്ങൾക്ക് ചിന്തിച്ചറിയാനായി ഞാൻ ഖുർആനിൽ ലളിതമാക്കി തന്നിരിക്കുന്നതെന്ന് ഞാൻ 3-4 സ്ഥലത്ത് കണ്ടു. അങ്ങനെയാണ് ലളിതമാക്കിയൊരു സംഭവമാണെങ്കിൽ ലോകത്തെല്ലാ മുസ്ലിങ്ങളും ഒരേപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഒരുപോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഇസ്ലാമിൽ തർക്കമില്ലാത്തതായിട്ട് എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം തർക്കമാണ്, ഒരുപോലെ ഒന്നുമില്ല. ഒരുപാട് മുഹമ്മദ് നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തുകൾ എൻ്റെ കാലശേഷം 73 വിഭാഗങ്ങളായി പിരിയും, അതിൽ ഒന്ന് മാത്രമേ സ്വർഗത്തിൽ കിടക്കുകയെന്ന്. അത് ഏത് വിഭാഗമാണെന്ന് പറയുകയും ചെയ്തില്ല. എല്ലാവരും പല വിഭാഗത്തിലും പ്രവർത്തിക്കുന്നുണ്ട്, അവരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്ന എന്ത് തെളിവാണുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല കമ്പി കൊണ്ട്, ഏറ്റവും നല്ല സിമെൻറ്റ് കൊണ്ട്, ഏറ്റവും നല്ല മണൽ കൊണ്ട്, ഏറ്റവും നല്ല അസംസ്കൃത പദാർത്ഥങ്ങളെ കൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു എഞ്ചിനീയർ ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ഒരു കാലത്തും പൊളിഞ്ഞു പോവില്ല എന്നല്ലേ പറയേണ്ടത്? പക്ഷേ ലോകത്തിലെ കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ, ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവം സൃഷ്ടിച്ച ഒരു മതം, അതിൻ്റെ തത്വസംഹിതകൾ കുറച്ചു കാലം കഴിഞ്ഞാൽ പല വിഭാഗങ്ങളായി ചിന്നിച്ചിതറിപ്പോകും എന്ന് പറയുമ്പം അതിൻ്റെ ആശയങ്ങൾക്ക് കെട്ടുറപ്പില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ തർക്കങ്ങളായി തല്ലുകൂടി. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാം എവിടെ എത്തിപ്പെടുന്നോ അവിടെയൊക്കെ തന്നെ എന്നും പ്രശ്നങ്ങളാണ്. പിന്നെ ഇസ്ലാം മാത്രമുള്ള രാജ്യത്ത് നമുക്ക് നോക്കിയാൽ അവിടെ വിഭാഗീയ പ്രശ്നങ്ങൾ, ഇസ്ലാം സംഘടനകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ചും മുന്നേറുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഖുർആൻ ലളിതമാണ് എന്ന് പറയുകയും ഒരു കാര്യത്തെക്കുറിച്ചും ഖുർആനിൽ തപ്പിയാൽ നമുക്കിട്ട് കാണുകയില്ല. മാത്രമല്ല തഫ്സീറുകൾ പരിശോധിച്ചാൽ അതിൽ തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് കാണാൻ പറ്റുക. ഒന്നും ഒരുപോലെ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഇത്രയും കഴിവുള്ള ഒരു പടച്ചവൻ സൃഷ്ടിച്ചിട്ടും ഒരു ഐക്യവുമില്ലാതെ പോയി. പിന്നെ ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത്രമാത്രം ശാസ്ത്രീയ വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞൊരു ഗ്രന്ഥം, പരത്തി തന്ന ഭൂമി, പിന്നെ സഞ്ചരിക്കുന്ന സൂര്യന്, നമ്മൾ യാസീൻ ഓതുന്ന സമയത്ത് കഷംസ് വജ്രീൽ മുസ്തഖറിൽ ഹാദാലിക തഖദീറുൽ അസീസുൽ അലീം എന്നൊക്കെ ഓതും. സൂര്യനും ചന്ദ്രനും അതിൻ്റെ
അതിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ. ഭൂമി സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണെന്ന് 4-5 സ്ഥലത്ത് ഞാൻ കണ്ടു. അത് നമ്മൾ തോറ വായിച്ചാലും അതേപോലെ ബൈബിൾ വായിച്ചാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, 6 ദിവസം കൊണ്ടാണ് ഭൂമി സൃഷ്ടിച്ചത്. ഞാനൊരു കാര്യം ഒറ്റ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം ഭൂമി 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ അവിടെ ദിവസം 6 ദിവസം കൊണ്ട് എന്ന് പറയുന്നത്. അപ്പം ദിവസം ആദ്യമേ ഉണ്ട്. ഇപ്പം ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ആ കുട്ടി പറയും ദിവസം ഉണ്ടാകുന്നത് ഒരു തവണ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിയിട്ടാണെന്ന് പറയും. അപ്പം സൂര്യൻ ആദ്യമുണ്ട്, ഭൂമി ആദ്യമേ ഉണ്ട്. അപ്പോൾ ഇതിനെ സൃഷ്ടിച്ചത് ആരാണ്? ഇത്തരം പൊട്ടത്തരങ്ങൾ, ശാസ്ത്രീയ പൊട്ടത്തരങ്ങൾ ഉടനീളമുണ്ട്. ഇത് ഞാൻ ഒന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അക്കാലത്ത് ഗോത്രകാലത്ത് സാമാന്യമായ വിവരമല്ലാതെ മറ്റൊന്നും നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റില്ല. ആധുനികപരമായ ഒരു കാലം ഉണ്ടാവുന്നു എന്നുള്ളത് അള്ളാഹ്ക്ക് ഓർമ്മയില്ലായി, മുഹമ്മദിന് ഓർമ്മയില്ലായി. മുഹമ്മദിന് അറിയില്ലാത്ത ഒന്നും അള്ളാഹുവിനും അറിയില്ല. ഒന്ന് ചോദിക്കട്ടെ, മുസ്ലിം ഒരു സ്ത്രീ എങ്ങനെ അല്ലെങ്കിൽ ഒരു പുരുഷൻ എങ്ങനെ ഇസ്ലാമായി ജീവിക്കണമെന്ന് ഖുർആനും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളും പറയുമ്പോൾ തന്നെ ഇവിടെ കോടിക്കണക്കായ 3 ലിംഗക്കാരുണ്ട്, ആണും പെണ്ണുമല്ലാത്ത. ഇവരെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ? ഇവരെങ്ങനെ ജീവിക്കണമെന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെ തപ്പിയാൽ നമുക്ക് കാണില്ല. കാരണം ആ കാലത്ത് ഇങ്ങനെ വിഭാഗമുണ്ട് എന്ന് മുഹമ്മദിന് അറിയില്ല, അപ്പോൾ അള്ളാഹുവിനും അറിയില്ല. അതായത് ആ കാലഘട്ട സാമാന്യ വിവരം മാത്രം ഉള്ള ഒരു സാമാന്യ മനുഷ്യൻ്റെ, അതും പലപ്പോഴും പറഞ്ഞ് കടന്നുകൂടിയ പൊട്ടത്തരങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ എനിക്ക് തോന്നുന്നത്. പിന്നെ അള്ളാഹു സൃഷ്ടികൾ വെച്ച് ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നതാണ് അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് പറഞ്ഞത്, സൃഷ്ടിപ്പിലൊരു ന്യൂനതയും കാണാത്തവന്. പിന്നെ പറയുന്നു മനുഷ്യനെ പൂർണ്ണമായി സൃഷ്ടിച്ചെന്ന് പറയുന്നു. നമുക്കറിയാം ഇവിടെ എത്രമാത്രം ജനങ്ങൾ കയ്യും കാലും ഇല്ലാത്ത മന്ദബുദ്ധികളായിട്ടും ജനിച്ചു വീഴുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ പൂർണ്ണത ആകുന്നത്? അള്ളാഹു പൂർണ്ണനാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ പൂർണ്ണനായി സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ തന്നെയുള്ളൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇവിടെ സുന്നത്ത് കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സുന്നത്ത് കഴിക്കുന്ന മനുഷ്യനെ പൂർണ്ണമായി സൃഷ്ടിച്ചാൽ പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ലിംഗാഗ്രത്തിൻ്റെ കാര്യത്തിലെത്തുമ്പോഴേക്ക് അള്ളാഹിൻ്റെ പൂർണ്ണത പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇവിടെ എത്തിയിട്ട് കഴിക്കുകയും വേണം. അപ്പം പൂർണ്ണനായി സൃഷ്ടിച്ച ഒരു അള്ളാഹ് ആണെങ്കിൽ, മനുഷ്യനെ പൂർണ്ണനായി സൃഷ്ടിച്ചതാണെങ്കിൽ കൂടിയും ഒരുപാട് മനുഷ്യന്മാരിൽ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നന്നായി സൃഷ്ടിക്കുന്നവനാണെന്ന്. അപ്പോൾ ഭൂമിയുടെ ഘടന, ഇവിടെ സൃഷ്ടിപ്പിൻ്റെ ഘടന എത്രത്തോളം സുന്ദരമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കൺമുന്നിൽ നോക്കി അറിയാവുന്നതാണ്. പിന്നെ മക്കാനിവാസികൾ മുഹമ്മദിനോട് പലപ്പോഴും ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് നീ ഞങ്ങൾക്ക് 13 വർഷക്കാലം മുഹമ്മദ് മക്കയിൽ പ്രബോധനം നടത്തിയ സമയത്ത് മക്കാനിവാസികൾ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചോളാം, ഞങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചോളാം. അപ്പോഴേക്ക് അള്ളാഹ് ആയത്തിറക്കും, അവർ നിന്നോട് അത്ഭുതത്തെ കുറിച്ച് ചോദിക്കുന്ന അവരോട് പറയുക എല്ലാ അത്ഭുതങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയാൻ പറഞ്ഞു. മുഹമ്മദ് ഒഴിഞ്ഞു മാറുക ചെയ്യുന്നത്. ഒരു വ്യക്തമായ തെളിവ് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ആ കാലത്തെയും ഈ കാലത്തെയും ഒക്കെ ആൾക്കാർ വിശ്വസിക്കുമായിരുന്നു. ഇന്ന് ജാമിദ ടീച്ചറും ഞാനും ഒക്കെ തന്നെ മുസ്ലിമിൻ്റെ മുൻപന്തിൽ നിന്ന് കൊടി പിടിക്കുമായിരുന്നു. കാരണം എനിക്കും വേണം 72 ഹൂറലിംഗങ്ങളും മധ്യമൊഴുകുന്ന നദിയും കുറേ ബാലന്മാരെ സേവക്കൊക്കെ ആയിട്ട് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തെളിവും തരാതെ പൊട്ടക്കഥകൾ നിരത്തി യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ വിവരിച്ച് കുറേ ആൾക്കാരെ വാളിൻ്റെ തലപ്പ് കൊണ്ട് ഒന്നുകിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞ് മതം സ്ഥാപിച്ചെടുത്ത് പറ്റിയ പാളിച്ചകളാണ് ഇതെല്ലാമെന്ന് നമുക്കറിയാം. പിന്നെ ഈ ഉത്ബോധനങ്ങൾ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുന്ന ജിബ്രീൽ എന്ന മലക്കാണ് പറയുന്നത്. ജിബ്രീലിനെ ആരും കണ്ടിട്ടോ ഇല്ല, ജിബ്രീലിനോട് പറയുന്ന ആരും അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല. അപ്പം ഒരു തെളിവും കൊടുക്കാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല. പിന്നെ സർവ്വജ്ഞാനിയായ അള്ളാഹു ആണ് എന്ന് ഖുർആനിലുടനീളം പറയുന്നുണ്ട്. അപ്പോൾ സർവ്വജ്ഞാനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും റദ്ദാവുന്നത് നമുക്ക് അതും കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം 50 വക്ത് ആയിരുന്നു നിസ്കാരം മുസ്ലിങ്ങൾക്ക് കൊടുത്തതെന്ന് പറയുന്നത്. ആകാശയാത്രയിൽ മുഹമ്മദ് 50 വക്ത് നിസ്കാരമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പകുതിയിൽ വെച്ചിട്ട് ഇവിടെ മൂസാ നബി കാണുകയാണ്. മൂസാ നബി തടഞ്ഞു വെച്ചിട്ട് നമുക്കിതെല്ലാം നിസ്കരിക്കാൻ പറ്റുമോ മുഹമ്മദേ? നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനൊന്നും സമയം ഉണ്ടാവില്ല, നമുക്ക് ഫുള്ള് നിസ്കാരം തന്നെ ഇപ്പം ചെല്ലാം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ ഓടിച്ചു. അങ്ങനെ 5 കുറച്ച് വന്നു. പിന്നെ വീണ്ടും പോയി 45 കുറച്ച് 5 ആക്കി. ഒരു തവണ കൂടി പോയാൽ തീരെ നിസ്കാരം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് 50 വക്ത് നിസ്കരിക്കാനും മനുഷ്യനെ കഴിയില്ല എന്ന് അള്ളാഹുവിനെ അറിയാതെ പോയി. അത് മൂസാ നബിക്കായിരുന്നു അറിയാം. അപ്പം അള്ളാഹുവിനേക്കാളും പേര് മൂസാ നബിക്കാണ് ഇവിടെ. അതേപോലെ ഇബ്രാഹിം നബിക്ക് തൻ്റെ കുട്ടിയെ ആറ്റുനോറ്റുണ്ടായ കുട്ടിയെ കഴുത്തറുത്ത് കൊല്ലാൻ കൽപ്പന കൊടുത്തു. ഇബ്രാഹിം ഭയങ്കര ത്യാഗമാണ് ചെയ്തതാണ്. ത്യാഗത്തിൻ്റെ പെരുന്നാളാണ്. സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകനെ ബലി കൊടുക്കാൻ തയ്യാറായതാണ് ത്യാഗം.
അപ്പോൾ ആ ത്യാഗം, ഇബ്രാഹിമിന് ഭക്തി ഉണ്ടോ എന്ന് ദൈവത്തിന് പരീക്ഷിച്ചറിയേണ്ടി വന്നു. സർവ്വജ്ഞാനിയാണ് പോലും ദൈവം, എന്നിട്ട് പരീക്ഷിച്ചറിയേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇസ്ലാമിലെത്തുമ്പോൾ ലിംഗനീതി നോക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ശവപ്പറമ്പായിട്ടാണ് എനിക്ക് ഇസ്ലാം തോന്നിയത്. അതിപ്പം ഈ ഭൂമിയിൽ തന്നെ കാര്യങ്ങളായാലും സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലായാലും പാതിയാണ്, സാക്ഷ്യത്തിൻ്റെ കാര്യത്തിലായാലും പാതിയാണ്. പിന്നെ ഭർത്താവിന് അവളെ മേലിൽ എന്ത് അധികാരം സ്ഥാപിക്കാം, അടിക്കാം, ഇടിക്കാം, പട്ടിണിക്കിടാം, ഭർത്താവിന് ഇത്ര എവിടെയെങ്കിലും കെട്ടാം, ഭാര്യയ്ക്ക് ഇതൊന്നും പറ്റില്ല. എന്നിട്ട് അവിടെ മരിച്ചവിടെ എത്തിയിട്ട് സ്വർഗത്തിലൊന്നുമില്ല. ആണുങ്ങൾക്ക് ഹൂറലിങ്ങളുണ്ട്, മദ്യപ്പുണ്ട്, ബാലന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഖുർആനിലോ ഹദീസിലോ സ്ത്രീക്ക് എവിടെയെങ്കിലും ഒന്നുണ്ട് എന്ന് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരി. എല്ലാം പുരുഷനല്ല. അതായത് ഖുർആനിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. ഖുർആനിൽ അള്ളാഹു പുരുഷാധിപത്യത്തിൻ്റെ ആളാണ്. കാരണം മുഹമ്മദ് പുരുഷനായിരുന്നു. മുഹമ്മദിൻ്റെ ചിന്തയിലുണ്ടായ ദൈവം തീർച്ചയായും പുരുഷനാണല്ലോ. അങ്ങനെ അതേപോലെ അവയവങ്ങളില്ല അള്ളാഹുവിന്. പക്ഷേ നമ്മൾ ഖുർആൻ വായിച്ച് കഴിയുമ്പോഴേക്ക് അള്ളാഹുവിനില്ലാത്ത അവയവങ്ങളൊന്നുമില്ല. സിംഹാസനുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, കാല് വെച്ചിരിക്കുന്നുണ്ട്, എല്ലാം ഉള്ളൊരു അള്ളാഹുവിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ഒരു യുക്തിക്ക് നിരക്കാത്ത ഏകാധിപത്യത്തിൻ്റെ പരമകോടിലിരിക്കുന്ന ഇസ്ലാം മതക്കാരെ മാത്രം സംരക്ഷിക്കുകയും മറ്റു മതക്കാരൊക്കെ ജനിപ്പിച്ച് വളർത്തി അവരെ നരകത്തിലെ വിറകുകൊള്ളിയായി ചുട്ടരിക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വിവരം കെട്ട ഒരു ദൈവസങ്കല്പമാണ് എനിക്ക് അള്ളാഹു എന്ന സങ്കല്പത്തെ ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായത്. എല്ലാ കാലത്തേക്കുമുള്ള ജനങ്ങൾക്ക് മാതൃകാ പുരുഷനായ മഹാനായ സർവ ഗുണ സ്വഭാവ സൽസ്വഭാവ സമ്പന്നനായ മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഈ ദീൻ പൂർത്തിയായത്. എല്ലാ കാലത്തേക്കുമുള്ള ജനങ്ങൾക്ക് മാതൃകയായ ആ ഒരു മഹാനായ വ്യക്തിയെക്കുറിച്ച് എന്താണ് ജാഫർ മനസ്സിലാക്കിയത്? ഇവിടെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൻ്റെ നിർമ്മിതിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ചരിത്രം എഴുതുന്നത് ആരാണോ അവർക്ക് താല്പര്യകരമായ രീതിയിലുള്ള ഒരു വളച്ചൊടിക്കലുകൾ, അത് ചരിത്രം രചിക്കുന്നവൻ്റെ താല്പര്യം പോലെ ഉണ്ടാകും. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ മുഹമ്മദിൻ്റെ വീരശൂര കഥകളും യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ തന്നെയുള്ള പാടിപ്പുകഴ്ത്തലുകളും കൊണ്ട് നിറഞ്ഞു പോയ ഒരു അവസ്ഥയിൽ പെട്ട മുഹമ്മദിനെയാണ് നമുക്കെപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ തിരിച്ച് ചിന്തിക്കണമെങ്കിൽ തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ പക്ഷേ മുതത്തുനിന്ന് പുറത്തു പോയോ അല്ലെങ്കിൽ അതിനെതിരായുള്ള കിതാബുകളോ മറ്റോ വായിക്കുകയോ വേണം. ഖുർആനും ഹദീസും തന്നെ വായിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ മുഹമ്മദിൻ്റെ ജീവിത രീതികളെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറില്ല. കാരണം ഒരു പക്ഷം പിടിച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരാജയം മാത്രമാണത്. ഖുർആൻ അനുസരിക്കാതെ ജീവിച്ച ഒരു വ്യക്തി, ഖുർആൻ ബാധകമല്ലാത്ത ഒരു വ്യക്തിയാണ് മുഹമ്മദ്. കാരണം മുഹമ്മദിന് വേണ്ടി മാത്രം പ്രത്യേക ആയത്തുകൾ ഇറങ്ങുകയാണ്. 33 സൂറത്തിൽ 50 ആയത്തൊക്കെ നമ്മൾ വായിച്ചാൽ ഉമ്മയും പെങ്ങളും അല്ലാത്ത ആരെയും മുഹമ്മദിന് കല്യാണം കഴിക്കുക, മുഹമ്മദിന് ഭാര്യമാരോട് ഒരിക്കലും നീതി കാണിക്കേണ്ടതില്ല, മുഹമ്മദിൻ്റെ ഭാര്യമാർ അധികം കച്ചറ കളിക്കുകയാണെങ്കിൽ അള്ളാഹ് മുഹമ്മദിന് വേറെ കെട്ടിച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ന ഒരു സങ്കല്പം എപ്പോഴും അള്ളാഹുവിനും മീതെ നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഖുർആനും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അള്ളാഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദിനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ സേവിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിനെ സേവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെയും മുകളിൽ മുഹമ്മദ് കയറുന്ന ഒരവസ്ഥ. അത് ഇപ്പോഴത്തെ സംഭവം നോക്കിയാൽ നമുക്കറിയാം. അള്ളാഹുവിനെ ആർക്കും ചീത്ത പറയാം, പക്ഷേ മുഹമ്മദിനെ ആരെങ്കിലും ചീത്ത പറയുകയോ മറ്റോ ചെയ്താൽ അവൻ്റെ തല ഉണ്ടാവാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതായത് മുഹമ്മദ് നബിക്ക് ഖുർആൻ പലപ്പോഴും ബാധകമല്ല. മുഹമ്മദിന് വേണ്ടി പ്രത്യേകമായിട്ട് അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും 4 കിട്ടാവൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ പക്ഷേ മുഹമ്മദിന് എത്രയും കിട്ടാം, അത് ലിമിറ്റില്ല, എങ്ങനെ ഉൾക്കൊള്ളാം. അങ്ങനെ നമുക്ക് ഹദീസുകളൊക്കെ വായിച്ചാൽ മുഹമ്മദിൻ്റെ ജീവിതചര്യകൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 3 സംഭവങ്ങളായിരുന്നു. 1 സ്ത്രീകൾ, 2 ഭക്ഷണം, 3 സുഗന്ധദ്രവ്യങ്ങൾ. ഈ സ്ത്രീയുടെ കാര്യം തന്നെ നോക്കിയാൽ നമുക്കറിയാം. മുഹമ്മദ്
എത്രമാത്രം സ്ത്രീകളെ ഉപയോഗിച്ചു എന്ന്. ആദ്യം ഖദീജയുടെ കല്യാണം കഴിച്ചു. ആ ഒരു സമ്പത്തും കാര്യങ്ങളൊക്കെ മുഹമ്മദിലേക്ക് വന്നു ചേർന്ന്. ഖദീജ മരിക്കുന്നവരെ മുഹമ്മദ് വേറെ കല്യാണം കഴിച്ചിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഖദീജയെയും അള്ളാഹുവിനെയും മുഹമ്മദ് നന്നായിട്ട് പേടിച്ചിരുന്നു എന്ന്. ഖദീജയുടെ മരണത്തിന് ശേഷം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ പിന്നെ കല്യാണത്തിൻ്റെയും സ്ത്രീകളുടെയൊക്കെ ഒരു പെരുമഴ തന്നെയാണ് പെയ്യുന്നത്. പിന്നെ 6 വയസ്സായ ആയിഷന എല്ലാ കാലത്തേക്കും മാതൃകയാക്കേണ്ട, മുഹമ്മദ് ചെയ്ത പ്രവർത്തികൾ ചെയ്താൽ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന, എല്ലാ കാലത്തേക്കും മാതൃകയാക്കേണ്ട ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നാണ് ഇതൊക്കെയാണ് ഓർക്കണം. മുഹമ്മദിൻ്റെ ജീവിതചര്യകൾ ആ കാലത്തെ ഗോത്രകാല ജീവിതമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അത് എല്ലാ കാലത്തേക്കും മാതൃകയാക്കേണ്ടത് എന്ന് പറയുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം പറ്റുന്നത്. കാരണം മുഹമ്മദ് 6 വയസ്സായ ആയിഷനെ കല്യാണം കഴിക്കുന്നു. അപ്പം 9-ാം വയസ്സിൽ അറകൂടുന്ന സമയത്തൊക്കെ ബുഖാരി വായിച്ചാൽ, ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അറകൂടുന്ന സമയത്തൊക്കെ ഒരു കളിക്കുന്ന കുട്ടിയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ അങ്ങോട്ട് വിവാഹങ്ങളുടെ പരമ്പരയാണ് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം. പിന്നെ മുഹമ്മദിന് ശരീരം ദാനം ചെയ്യുന്ന സ്ത്രീകൾ, അടിമകളായ സ്ത്രീകൾ. ബുഹാരി തന്നെ ഉണ്ട്, മുഹമ്മദ് ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ നോക്കുന്ന സമയത്ത് അവരെ കൈ തട്ടി മാറ്റുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മുഹമ്മദിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ബുഹാരിയുടെ ഹദീസുകളിലുള്ളതാണ്. പിന്നെ മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന കുറേ പൊട്ടത്തരമായ ഇപ്പം കോവിഡൊക്കെ വന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഈ കുറേ മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. ഒരു ഈച്ച ഒരു പാനീയത്തിൽ വീണാൽ അതിൻ്റെ ഈച്ചനെ മൊത്തം മുക്കിയിട്ട് മറ്റേ ചെറുകൂടും മുക്കിയിട്ട് അത് കുടിക്കണം. പിന്നെ തേനിൻ്റെ ചികിത്സ, പിന്നെ കരിഞ്ചീരകം കഴിച്ചാൽ എല്ലാം മാറും, അജുവകാരക്ക കഴിച്ചാൽ മരണം ഒഴിച്ച് ബാക്കി എല്ലാം രക്ഷപ്പെടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിൽ അറിവായ സാമാന്യ വിവരം അതും ഈ കാലഘട്ടത്തിലും പേറി നടക്കണമെന്ന് പറയുന്ന സമയത്താണ് പ്രശ്നങ്ങൾ പറ്റുന്നത്. അങ്ങനെ എങ്ങനെ നോക്കിയാലും മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച ആളല്ല മുഹമ്മദ്. കാരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ചെയ്ത ക്രൂര കൃത്യങ്ങൾ വായിക്കണം, നമുക്ക് എത്രമാത്രം ആൾക്കാരെ നേരിട്ട് കൊന്നു അല്ലാതെ കൊന്നെന്ന് വായിക്കണം. നമുക്ക് എന്താ റിബലായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് വായിക്കാം. ഹദീസുകളിൽ തന്നെ മുഹമ്മദിൻ്റെ ക്രൂരകൃത്യങ്ങൾ വായിക്കാൻ പറ്റും. പക്ഷെ നാം വായിച്ച് മനസ്സിലാക്കിയ ചരിത്രം എല്ലാം മുഹമ്മദിനെ പാടി പുകഴ്ത്തലുകളായിപ്പോയി. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത മതത്തിൻ്റെ വിജയം. പക്ഷേ നാം ഒന്ന് നിഷ്പക്ഷമായി ചിന്തിച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് ആരായിരുന്നെന്നും ആ മുഹമ്മദിൻ്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്? ഇസ്ലാമിനെ ആഴത്തിൽ താങ്കൾ പഠിച്ചിട്ടുണ്ടോ? താങ്കൾ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും താങ്കൾ ഇത് വായിച്ചിട്ടുണ്ട് എന്നും താങ്കളുടെ ഇത്രയുമുള്ള വാചകങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സ്പഷ്ടമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. എന്നാലും അനുവാചകർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ആ ഒരു ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതം വിടുന്ന ഒരാൾ അദ്ദേഹം ആ മതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ചിന്തിച്ച് ചികഞ്ഞ് അറിഞ്ഞ ശേഷമാണ് മതം വിടുന്നത്. പക്ഷേ മതത്തിൽ നിൽക്കുന്ന ഒരാൾക്കൊന്നും പഠിക്കേണ്ടതില്ല. കാരണം അയാളുടെ മതം ഏത് മതം തന്നെ ആയാലും, പ്രത്യേകിച്ച് ഇസ്ലാം, അയാളുടെ മതം പൂർണ്ണമാണ്, അയാളുടെ മതം മാത്രമാണ് ശരി, ആ മതത്തിൻ്റെ ദൈവം മാത്രമാണ് ശരി എന്ന് മുദ്രാവാക്യം ഉയർത്തി ചിന്താവാദം വിളിച്ച് നടന്നാൽ മതി. പക്ഷേ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ അയാളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയും പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും അപ്പോഴേക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിരന്തരം ക്യാമറ കണ്ണുകൾ കൊണ്ട് നോക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തക്ക രീതിയിൽ പഠിച്ചു വളരുന്ന ഒരാളാണ് മതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ആഴത്തിൽ പഠിച്ച ഒരാളാണ് മതം വിട്ട് പുറത്തു വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. യുക്തിവാദികൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മനുഷ്യനെ തെറ്റിച്ച് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ന് പൊതുവെ ഒരു പരാമർശമുണ്ട്. വളച്ചു കെട്ടി ഖുർആനും ഹദീസും ഒന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ
രോഗത്തിൻ്റെ വൈറസുകൾ വന്ന് നമ്മുടെ തലച്ചോറിനെ അടിഞ്ഞുകൂടിയ ആ പാട ചെറുതായിട്ടൊന്ന് നീക്കി നമുക്ക് പുറം ലോകത്തെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ചിന്തകളെ കൊണ്ടുവരേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ നിഷ്പക്ഷമായിട്ട് ഖുർആനും ഹദീസും ഒന്ന് വായിച്ചാൽ നമുക്കിതിൻ്റെ പൊട്ടത്തരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ വളച്ചുകെട്ടി എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൽ എന്തെങ്കിലും തുടർച്ചയായിട്ട് വിവരിക്കുന്നത് കാണാൻ പറ്റില്ല. കുറച്ചെന്തെങ്കിലും പറയും, പിന്നെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും പറയും, പിന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പറയും, പിന്നെ ഒന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞത് മാറ്റി വേറെ സ്ഥലത്ത് പറയും. അങ്ങനെ കുറേ ഇങ്ങനെ ആവർത്തനങ്ങളുടെയും പരസ്പര വൈരുദ്ധ്യങ്ങളുടെയും ഒരു കേദാര തന്നെയാണ് ഖുർആൻ. അത് ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും തുടർച്ചയായിട്ട് അത് പറയുന്നേ ഇല്ല. അപ്പം വളച്ചു വായിക്കേണ്ട ഒരു കാര്യമില്ല. നേരായ രീതിയിൽ തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഖുർആനും ഹദീസും ഒക്കെ തന്നെ. അത് അങ്ങനെ വായിച്ചാൽ, നിഷ്പക്ഷമായി വായിച്ചാൽ, മലയാളത്തിൽ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന പൊട്ടത്തരങ്ങൾ മാത്രമാണ് ഇതൊക്കെ എഴുതി ചേർക്കപ്പെട്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ. പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അതുപോലെ ഇപ്പോൾ വരുന്ന പകർച്ചവ്യാധി, അങ്ങനെ ഒരുപാട് സാമൂഹ്യ ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ. ഇതിലൊക്കെ യുക്തിവാദികളുടെ സംഭാവന എന്തായിരുന്നു? സാധാരണ മത സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സ്വതന്ത്രമായ വ്യക്തികളൊക്കെ ഒരുപാട് സന്നദ്ധ സേവനങ്ങൾ ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അവർ പണം കൊണ്ടും ശരീരം കൊണ്ടും സഹകരണം കൊണ്ടും അവരാൽ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ യുക്തിവാദികൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നു എന്ന് പൊതുവെ പറയാറുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യുക്തിവാദികൾ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ സംഘടനകളെപ്പോലെ മതസംഘടനകളെപ്പോലെ ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിൽ നമ്മൾ മൊത്തം നോക്കിയാൽ ഒരുപാട് ചിന്നിച്ചിതറിക്കിടക്കുന്ന യുക്തിവാദികൾ, മതത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ, പാതി തന്നെങ്കിലും മതത്തിൽ നിന്ന് മനസ്സുകൊണ്ട് പുറത്തു വന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇവിടെ ഒരുപക്ഷെ മുസ്ലിം ജനസംഖ്യയുടെ അത്ര തന്നെ ചിലരും മതം വിട്ടവരോ മതത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് ഇന്ത്യയിലെ ജനസംഖ്യയുണ്ട്. പക്ഷെ അവരൊന്നും ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ ഫലത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ അവരെ സംഘടനാ ഫലത്തിലേക്ക് വന്ന് ഇവിടെ രാഷ്ട്രീയ മതസംഘടനകളൊക്കെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അവർ അത് മാധ്യമ വാർത്ത ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്ന് പറയും. പക്ഷേ ഒരു കിലോ അരി ദാനം ചെയ്യുകയാണെങ്കിലും അത് അങ്ങാടിയിൽ വെച്ച് സ്റ്റേജ് കെട്ടി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ മുസ്ലിം മതത്തിന് പ്രത്യേകിച്ചുള്ളത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ യുക്തിവാദികളെ കാര്യം എടുക്കുന്ന സമയത്ത് യുക്തിവാദികൾക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു പ്രത്യേക മാധ്യമ ശ്രദ്ധയുടെ കാര്യമൊന്നും ആവശ്യമില്ല. അവർ ഒരുപക്ഷെ ഇപ്പം കുറേയൊക്കെ ചില സംഘടനകളിൽ കൂടെയൊക്കെ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അവയവദാനമാണ്. അവയവദാനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യുക്തിവാദികളാണ് ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ മുസ്ലിം ഡോക്ടർമാരാവണം, മുസ്ലിങ്ങൾക്ക് ഡോക്ടർമാരാവണം ഒക്കെ ചെയ്യണം. പക്ഷേ അവർക്ക് ശരീരം ദാനം ചെയ്യാൻ പറ്റില്ല. കാരണം ഈച്ച വീണാൽ വേദനയാവുന്ന ശരീരം എങ്ങനെയാണ് ഈ ഡോക്ടർമാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക? പക്ഷേ അതിനിവിടുത്തെ യുക്തിവാദികളോ അല്ലെ അനാഥ ശവങ്ങളോ ആണ് ഇവിടെ ദാനം ചെയ്യുന്നത്. യുക്തിവാദികളുടെ കണ്ണം അങ്ങനത്തെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ അവരാണ് കൂടുതൽ മുന്നോട്ട് വരുന്നത്. നമ്മൾ ലിറ്റ്മസിൻ്റെ പരിപാടി തന്നെ കോഴിക്കോട് കഴിഞ്ഞ വർഷം നടത്തിയ സമയത്ത് 8,000-ഓളം ആൾക്കാർ പങ്കെടുത്തു. അതിൽ എനിക്ക് തോന്നുന്നു പകുതി ആൾ തന്നെ ആ വേദിയിൽ തന്നെ വെച്ചിട്ട് അവയവദാനം നടത്തിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ അവയവങ്ങളും ഞാൻ ദാനം ചെയ്തതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ യുക്തിവാദികളാണ് മുന്നിട്ട് ഇറങ്ങുന്നത്. പക്ഷേ മതവാദികൾക്ക് അത് പറ്റില്ല. അഥവാ മുസ്ലിം മതത്തിലൊക്കെ തന്നെ അവർ ദാനം ചെയ്താൽ തന്നെ പ്രശ്നമാണ്. കണ്ണ് കൊടുത്തു എന്ന് വെക്കുക, കണ്ണ് കൊടുത്ത് ഒരാൾ കണ്ണ് ദാനം ചെയ്ത് ഒരാളുണ്ടെന്ന് വെക്കുക. അപ്പോൾ മാഷറയിലെത്തിയിട്ട് അള്ളാഹു ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ വിളിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് നീ
സണ്ണി ലിയോന്റെ ക്ലിപ്പ് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ കണ്ണ് വിളിച്ച് പറയും ഞാൻ കണ്ടിരിക്കുമെന്ന്. അപ്പോൾ അത് അവിടെ കൺഫ്യൂഷനായി. കാരണം കണ്ണ് ദാനം ചെയ്തതിന് ശേഷമുള്ള മറ്റേ ആളെ കണ്ടിരുന്നായിരിക്കും കണ്ടത്. അത് കൺഫ്യൂഷനായി. അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ യുക്തിവാദികൾ ദാനം ചെയ്തിട്ടാണ് ഇവിടെ കൂടുതലും അവദാനങ്ങളൊക്കെ അല്ലെങ്കിൽ അനാഥരായ ആൾക്കാരൊക്കെ ആണ് ഇത് കൂടുതൽ ദാനം ചെയ്യുന്നത്. മറ്റുള്ളവർ ദാനം ചെയ്യുന്നില്ല എന്നല്ല, അവരും ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ മുസ്ലിം മതക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇവരുടെ ശവശരീരങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഈ ജാമിദ ജാഫർമാരൊക്കെ എന്താണ് ഈ പറയുന്നത്? ജാമിദ, ജാഫർ, ജബ്ബാർ, ജസ്ല ഇവരൊക്കെ എന്താണ് ഈ പറയുന്നത്? നമുക്ക് തിരിയുന്നില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിലെ നിങ്ങൾ ഇപ്പറയുന്ന വാചകങ്ങളൊന്നും മറ്റു മുസ്ലിമീങ്ങൾ ആരും കണ്ടിട്ടില്ല, അതോ അവർക്കറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. നിങ്ങൾ മാത്രമാണ് ഇത്തരം സത്യങ്ങൾ മനസ്സിലാക്കിയത് എന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നല്ല, ഇസ്ലാമിനെക്കുറിച്ച് അവർക്കറിയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എന്താണ് ഇസ്ലാം എന്ന് അവർക്കറിയില്ല. കാരണം അവർക്ക് ഖുർആനിൽ പറഞ്ഞ ഇസ്ലാം, ഹദീസുകളിലൊക്കെ പറഞ്ഞ ഇസ്ലാം എന്താണെന്നറിയില്ല. കാരണം ഇവിടെ ഒരു മിക്സഡ് കൾച്ചറിൽ വളർന്നത് കൊണ്ട് ഒരു ഹിന്ദുവിൻ്റെ കൂടെയും മുസ്ലിമിൻ്റെ കൂടെയും ക്രിസ്ത്യാനിയുടെ കൂടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കേരളീയ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെ കൂടെ ജീവിച്ച് അവരെ കൂട്ടുകാരായി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഖുർആനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് ഒരിക്കലും അത് കഴിയില്ല. കാരണം അവർ രക്ഷിതാക്കളാവട്ടെ പിന്നെ ആരായാലും തന്നെ മറ്റു മതസ്ഥരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, അവരുമായിട്ട് പങ്കുകച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ളവരുമായിട്ട് അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നവരെ യുദ്ധം ചെയ്യാനും അവരോട് കാർക്കശ്യം കാണിക്കാനും അവരോട് തന്നെയാണ് ഖുർആനിൽ പറയുന്നത്. അവർ ഒന്നുകിൽ ജസിയ നികുതി തരുന്നത് വരെ അവരോട് യുദ്ധത്തിൽ ഏർപ്പെടാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അള്ളാഹുവിന് യുദ്ധത്തിന് വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. അപ്പം ഇതിൽ യുദ്ധത്തെ എപ്പോഴും ജിഹാദ് മുന്നിൽ വെച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യത്തെക്കാളുപരി ജിഹാദ് മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ കേരളീയ അന്തരീക്ഷം ജീവിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റേ ഇസ്ലാം ആരും വിടാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവർ പഠിക്കുന്നില്ല എന്നാണ് ശരി. പക്ഷെ ഞാനും ഇത്രയും കാലം ഇസ്ലാമിനെക്കുറിച്ച് പണ്ടാരോ പറഞ്ഞതും എഴുതിയതും വായിച്ചു പോകുന്നു എന്നല്ലാതെ നമ്മുടെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. നമ്മുടെ ഒരു പക്ഷേ കുറച്ച് ആൾക്കാരെ മാത്രം അള്ളാഹുവിടെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ബാക്കി എല്ലാവരെയും നരകത്തിലോട്ട് നിറയ്ക്കാനും വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അപ്പോൾ എല്ലാവർക്കും ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് പഠിക്കാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിനെ മതത്തിൻ്റെ വൈറസുകൾ തലച്ചോറിൽ കുത്തി നിറയ്ക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് ഒരു മോചനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറയുന്നത്, ഞാനൊരു ആദ്യമേ നല്ലൊരു വായനക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുകയായിരുന്നു. എനിക്ക് പരിധി വായിക്കാൻ പറ്റി. അപ്പം അതിലൂടെ കൂടുതൽ വായിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ വീരക്കേടുകൾ കണ്ടറിഞ്ഞ് പുറത്ത് പോകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പലരും ഒരുപാട് ആൾക്കാരുണ്ട് മതത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഞങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഒന്നാമത്തെ ഒരു സംഘടിത മതമായതുകൊണ്ട് അവരെ ഒരു പക്ഷേ മഹലിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്ന ഒരു പേടി അവസ്ഥ, അതായത് സാമൂഹികമായ എതിർപ്പുണ്ടാവും എന്നുള്ളൊരവസ്ഥ. പിന്നെ ഒരു ആളൊരു യുക്തിവാദി ആയാലും ഇവിടെ കൊട്ടി ഘോഷിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു ആളൊരു മതത്തിലേക്ക് വരുന്ന സമയത്ത് നാം കാണുന്നത് അദ്ദേഹത്തെ വല്ലാതെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ടാടുന്ന ഒരവസ്ഥയാണ്. കാരണം മതക്കാർക്ക് അത് ആവശ്യമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഈ റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു പ്രഭാഷണം കേട്ടു. ഈ 10-20 വർഷങ്ങൾ കൊണ്ട് മലബാറിലൊക്കെ ഒരുപാട് പേര്, ഒരുപാട് ചെറുപ്പക്കാരായ ആൾക്കാർ യുക്തിവാദത്തിലേക്ക് പോന്നിട്ടുണ്ട് എന്നത് നമുക്ക് കേട്ടു. അപ്പോൾ എന്ത് തന്നെയായാലും നന്നായിട്ട് വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കഥകളൊക്കെ തന്നെ ഈ മതങ്ങളിലൊക്കെ ഉള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി നവമാധ്യമങ്ങളിലൂടെ
ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിനെ പുരോഗതിയുടെ ഉത്തുംഗ ശകലത്തിൽ വിരാജിക്കുന്ന രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. അത്രമാത്രം ഇസ്ലാം ഏതാണ്ട് ഹിമാലയത്തോളം വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇസ്ലാമിലേക്ക് ധാരാളം ആൾക്കാർ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പണ്ഡിതന്മാരെ കുറിച്ച് എന്താണ് ജാഫറിന്റെ വിലയിരുത്തൽ? മത പണ്ഡിതന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അവർ നടത്തിക്കൊണ്ടുവരുന്ന മതപ്രചാരണങ്ങൾ ഒരു പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം മതം എത്രമാത്രം വിവരം കെട്ടതാണെന്നും എത്രമാത്രം മനുഷ്യത്വഹീനമാണെന്നും അവരുടെ സംസാരത്തിൽ കൂടെ തന്നെ അവർ തെളിയിച്ചു തരുന്നത് ഒരു പക്ഷേ വലിയ കാര്യമാണ്. കാരണം ഒരുപാട് പ്രഭാഷണങ്ങൾ മതപണ്ഡിതന്മാരുടെ പക്കൽ നിന്ന് നമ്മൾ ഈ അടുത്ത കാലത്തായി നാം കേൾക്കാനിടയായി. സിംസാറുൽ ഹക്ക് ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു, മറ്റു മതാഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല, ഒരാഘോഷങ്ങൾ പങ്കെടുക്കുക അത് അനിസ്ലാമികമാണെന്ന്. അതേപോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീക്ക് ഗർഭിണിയായാൽ ആ മുസ്ലിം സ്ത്രീയായ ഡോക്ടറെ അടുത്ത് മാത്രമേ പോകാവൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പുറത്ത് മറ്റു പ്രഭാഷണത്തിൽ പറഞ്ഞു മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്നുള്ള പ്രഭാഷണം വേറെയും കേട്ടു. ഒരു ലേശം വിവരം ഉണ്ടെങ്കിൽ ഇത്തരം പണ്ഡിതവർഗത്തിന് പുറത്തിറങ്ങാതെ ഒരു സ്ത്രീ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീ എങ്ങനെ പുറത്തിറങ്ങാതെ ഡോക്ടർ ആവുന്നത് എന്ന് പോലും ചിന്തിക്കാൻ വിവരമില്ലാതായിപ്പോയി. പിന്നെ ബാലുശ്ശേരിയുടെ പ്രഭാഷണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണല്ലോ. പിന്നെ എന്താണ് ഇവിടെ സംഗീതം ഹറാമാണ്, സംഗീതം കേട്ടിട്ട് ഒരാൾ നന്നായിട്ടില്ല, ബാലുശ്ശേരിൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഇവിടെയുള്ള ലോകഗീരി മൊത്തം നന്നായത് എന്നാണ് അദ്ദേഹം വിളിച്ചു പോകുന്നത്. സംഗീതം എന്നാൽ നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന ഇത്ര വലിയൊരു ഔഷധം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം ഹറാമാണ്, കല ഹറാമാണ്, പാടുന്നത് ഹറാമാണ്, ശരിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയല്ല, ഇസ്ലാമിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. റഹ്മത്തുള്ളാഹി ഖാസിമിക്ക് ജ്യൂസ് കുടിക്കാൻ പാടില്ല, ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അത് റഹ്മത്തുള്ളാഹി ഖാസിമി എന്നൊരു വ്യക്തിയല്ല അത് പറയുന്നത്. അത് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ ഖുർആനിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്. കാരണം ജൂതവിരോധം എന്നത് ഖുർആനിൽ അപ്പടി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും നിങ്ങൾ കൂട്ടുകൂടരുത് എന്ന് അങ്ങനെ തന്നെ ഖുർആനിലുടനീളം പറയുന്നുണ്ടല്ലോ. അപ്പം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, അവർ പഠിച്ച തത്വശാസ്ത്രങ്ങളാണ് അവർ വിളിച്ചു പറയുന്നത് എന്നതാണ് സത്യം. എന്തായാലും ഈ ഇവരൊക്കെ പ്രഭാഷണങ്ങൾ ഈ നവമാധ്യമ കാലഘട്ടത്തിൽ കുറേ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഇത്രമാത്രം വിവരക്കേടാണ് മതമെന്ന് അവർ വിളിച്ചു പറയുന്നതിൽ ഏതായാലും നന്ദിയുണ്ട്. ഏതായാലും ഇത്തരം വിവരക്കേടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന ഒരു തലമുറ മുന്നിൽ വരുമെന്നതിനൊരു സംശയവുമില്ല. കാരണം ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന, എല്ലാ മതങ്ങൾക്കും ജാതിക്കൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കാണുന്ന ഒരു തലമുറ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ആക്കം കൂട്ടലാണ് ടീച്ചറും അതേപോലെ ജബ്ബാർ മാഷും അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉള്ളത്. താങ്കൾ മതം ഉപേക്ഷിച്ചപ്പോൾ താങ്കൾ നേരിട്ട എതിർപ്പുകൾ എല്ലാ ഭാഗത്തു നിന്നും എങ്ങനെയായിരുന്നു? ഇസ്ലാം മതം വിടുന്ന ഒരാൾക്ക് ആ മതം എന്ത് ശിക്ഷയാണ് കൊടുക്കുക എന്നല്ലേ? പുറത്തുള്ളായി പോകുന്ന ഒരാൾക്ക് മതം അനുശാസിക്കുന്ന ശിക്ഷ വധശിക്ഷയാണ്. അദ്ദേഹം ജീവിക്കാൻ പിന്നെ അർഹനല്ല എന്നാണ് സത്യം. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ നടക്കുന്നതും അത് തന്നെയാണ്. മതത്തിൻ്റെ വിവരക്കേടുകളെ ചൂണ്ടിക്കാണിച്ചാൽ അത് മതനിന്ദ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇസ്ലാമിലുള്ളത് എന്ന് നമുക്കറിയാം. ഞാനും ഇതേപോലെ തന്നെ മതത്തിൽ നിന്ന് പുറത്ത് വന്ന സമയത്ത് ഒരു കൊട്ടിഘോഷിക്കാനൊന്നും എനിക്കും പേടിയായിരുന്നു. കാരണം എൻ്റെ തല പോവും. പക്ഷെ ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ പുറത്ത് പറയാൻ തുടങ്ങി, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. പള്ളിയിലൊക്കെ പോകാതെ നിന്നപ്പോഴേ തന്നെ ആൾക്കാർ വല്ലാതെ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം മറ്റു മതക്കാരെ പോലെയല്ല. ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയാലോ അല്ലെങ്കിൽ ഹിന്ദു ആയാലോ അവർ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും മതകാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അവർ അത്ര ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിമിൽ അതല്ല. എല്ലാ സമയത്തും നമുക്ക് ചുറ്റിലും ക്യാമറ കണ്ണുകളുമായിട്ട് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുള്ളത്. അപ്പം തീർച്ചയായിട്ടും പലരും എന്നോട് ചോദിക്കും, നീ മതത്തിൽ നിന്ന് പുറത്തു വന്നാൽ നിനക്ക് നിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോലെ,
മനസ്സിലാവുന്നത്. മുസ്ലിമിൽ അത് പറ്റില്ല എന്നതാണ് സത്യം. കാരണം മുസ്ലിമിൽ നിന്നൊരു വ്യക്തി പുറത്ത് പോന്നിട്ടുണ്ടെങ്കിൽ അസാമാന്യമായ ധൈര്യം തന്നെ വേണം. കാരണം നമുക്ക് ചുറ്റിലും വാളോങ്ങി നിൽക്കുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് പള്ളിയിൽ പോകാതെക്കുക, മതചര്യകൾ ചെയ്യാതെക്കുക എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പം നമ്മൾ ചോദ്യത്തിന് ഉത്തരം തേടിയേ പറ്റും. അപ്പം നമ്മൾ കൂടുതൽ പഠിക്കേണ്ടി വരും. അങ്ങനെ ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വളരുകയും നമ്മുടെ അന്വേഷണങ്ങൾ കൂടുതൽ ആഴത്തിലെത്തുകയും ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന്. പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരു കാരണവശാലും ചോദ്യങ്ങളല്ല വരുന്നത്, നമുക്ക് പിന്നെ അവർക്ക് ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വ്യക്തിഹത്യ ഏതൊക്കെ രീതിയിൽ ചെയ്യുക എന്നുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവും. ഒരുപക്ഷെ അതെനിക്ക് തോന്നുന്നു ജാമിദ ടീച്ചറും ഇപ്പം നിരന്തരം അനുഭവിക്കുന്നത് അതാണെന്ന്. ഇത്ര നല്ലൊരു പ്രോഗ്രാം നടത്തി ജനങ്ങളെ ഇസ്ലാമിൻ്റെ പൊട്ടത്തരങ്ങൾ മനസ്സിലാക്കി കുറേ ആൾക്കാർ സമൂഹത്തിന് മുന്നിൽ തുറന്നു കൊടുക്കാൻ ജാമിദ ടീച്ചർക്ക് പറ്റുന്നു എന്നത് എനിക്ക് വലിയൊരു മഹത്തരമായൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഈ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം പൊട്ടത്തരങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരിൽ പിന്നെ അങ്ങോട്ട് അവർക്ക് ഈ സമൂഹത്തിന് ഉത്തരം മുട്ടുകയും ഈ വ്യക്തിക്ക് കൃത്യമായ ഉത്തരമുണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ വ്യക്തി മാക്സിമം അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നൊരവസ്ഥയിലേക്കാണ് പിന്നെ മതം പോകുന്നത്. ആ ഒരു തന്നെയാണ് കൂടെയാണ് ഞാനും മുന്നോട്ട് പോയത്. അപ്പോൾ എന്നോടിപ്പോൾ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കൽ കുറവാണ്. കാരണം കൃത്യമായിട്ട് അവർക്ക് ഉത്തരം കിട്ടും എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും ഒരു മുസ്ലിം യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്ക് കുടുംബപരമായിട്ടുള്ള എതിർപ്പുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആണ് എന്നുള്ള നിലക്ക് അതിനെ കുറേയൊക്കെ അതിജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ടീച്ചറെയൊക്കെയാണ് ആ കാര്യത്തിൽ വല്ലാതെ ബഹുമാനിക്കേണ്ടത്. കാരണം ഒരു സ്ത്രീയായിട്ടും നിവർന്നുകൊണ്ട് നട്ടലിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നോക്കി ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ബിഗ് സല്യൂട്ട് ടീച്ചർക്ക് തരാൻ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഫാൻസി റാണി എന്ന് തന്നെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടുണ്ട് എന്നതാണ് സത്യം. എന്തായാലും ആ എതിർപ്പുകളുടെ അടുത്ത കാലത്ത് തന്നെ എൻ്റെ മകന് ഇപ്പോൾ 4 വയസ്സായി, സുന്നത്ത് കഴിക്കണം എന്ന കാര്യം പറഞ്ഞു. ഏതായാലും ഇവന് വിവരമില്ലാതായിപ്പോയി, അതുകൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഏട്ടന് ഒക്കെ വലിയ മുറവിളി കൂട്ടി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ തയ്യാറാണ്, സുന്നത്ത് കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. കാരണം മുഹമ്മദ് നബിക്ക് സുന്നത്ത് കഴിച്ചു എന്നതിനൊരു തെളിവ് തരിക. 2, ആ കാലഘട്ടത്തിൽ സഹാബികളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവരുടെ സുന്നത്ത് കഴിച്ചു എന്ന് ഒരു തെളിവ് തരിക. 3, സുന്നത്തിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് കാണിച്ചു തരിക. അതൊന്നും ഇല്ലാതെ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വെമ്പൽ കൊള്ളുന്നത് എന്ന് ചോദിച്ചു. പിന്നെ അതേപോലെ എൻ്റെ ഭാര്യ നല്ല വിശ്വാസിയാണ്, അവിടെ എല്ലാ വിശ്വാസങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ മകനെ ഞാൻ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പൊടി പോലും ഏൽപ്പിക്കാതെയാണ് വളർത്തുന്നത്. അങ്ങനെ തന്നെ വളർത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറേ സമൂഹത്തിലെ കുരമ്പുകൾ ഏറ്റ് വാടി തളർന്ന് ഒരു ആൾക്ക് ഉണ്ടാകുന്ന ഒരു പുതിയ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിലൂടെയാണ് പിന്നെ മതത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരാൾ നടക്കുക. കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും. കാരണം അവർക്ക് അവിടെ പോയിട്ട് മരിച്ച സ്വർഗത്തിൽ പോയിട്ടൊന്നും നേടാനില്ല, ഭൂമിയിലെ നന്മകൾ മാത്രമാണ് അവരെ പൊതിഞ്ഞിരിക്കുന്നത്. ആ നന്മയുടെ ബോധത്തിൽ നിന്നുണ്ടാകുന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് സത്യസന്ധമായ രീതിയിൽ മനുഷ്യത്വപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ജീവിക്കാനുള്ള ഊർജം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനമായി ഒരുപാട് ദീർഘിച്ചു നോക്കി എനിക്കറിയാം. അവസാനമായി ജാഫറിന് ചുരുക്കത്തിൽ നമ്മുടെ സഹജീവികളോട് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, വർഗമില്ല, വർണ്ണമില്ല, യാതൊരു വിവേചനവുമില്ല, നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? യുക്തിവാദികൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ വെള്ളപൂശാനായി ഇപ്പോൾ കുറച്ച് കപട സന്യാസിമാരും അതേപോലെ മുൻ DGPമാരും ഒക്കെ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് ഒരു ചുക്ക് പോലും അറിയാതെ ആരോ പറഞ്ഞു കൊടുത്തത് അപ്പാടെ വിഴുങ്ങി ഇസ്ലാമിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേ അബദ്ധധാരണകൾ ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ഇസ്ലാം അത്രമാത്രം സംഭവമാണെന്ന് അവർ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർ
പൊന്നാനി പോയി മാർക്കം കൂടി എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നില്ല? അവർ ആഗ്രഹിക്കുന്നില്ലേ 72 ഹൂറലിങ്ങളായ സുന്ദരികളെയും മദ്യപ്പുഴ നദിയൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ഇസ്ലാം അത്ര മഹത്തരമാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല? പിന്നെ പുറത്തു നിന്നുകൊണ്ട് ഇസ്ലാമിനെ ന്യായീകരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുപോലെ MM അക്ബറിനെ പോലുള്ള ആൾക്കാർ ശരിയല്ല എന്നറിഞ്ഞിട്ട് മുളുപ്പില്ലാതെ വീണെടുത്ത് കിടന്ന് ഇസ്ലാമിനെ ന്യായീകരിക്കുന്ന കാഴ്ച കാണുമ്പോൾ എന്താണ് ശരിക്കും ദയനീയതയാണ് തോന്നൽ. ഇനി അധിക കാലം പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഇവരൊക്കെ MM അക്ബറൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം പണ്ട് ഇതൊക്കെ തന്നെ കള്ളത്തരങ്ങളും കച്ചവടവുമാണെന്ന് മനസ്സിലായവർക്ക് തന്നെ വിളിച്ചു പറയാൻ ധൈര്യമില്ലായിരുന്നു. അതുപോലെ മാധ്യമങ്ങളില്ലായിരുന്നു. എന്നാൽ നവമാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് ജീവൻ പണയം വെച്ചും ഞങ്ങളെപ്പോലെയുള്ള മതത്തിൻ്റെ അബദ്ധങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാർ ഇത് ജനസമക്ഷം തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിയർക്കുക തന്നെ ചെയ്യും. അതെ, അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. 4 കാശു കിട്ടിയാൽ ആർക്കെതിരെ എന്തും കുരയ്ക്കാൻ സാധിക്കുന്ന സ്വാമിമാരും മൊല്ലമാരും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. നമ്മൾ സത്യത്തെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ GS പ്രദീപ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ എന്ത് മനസ്സിലായിട്ടുണ്ടാകും? അതാണ് നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മതം വിട്ടതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടണം നമ്മുടെ ചാനലിലൂടെ തന്നെ. നമ്മളോട് ഇത്രയും സഹകരിച്ച ജാഫറിനിരിക്കട്ടെ നന്ദി, അല്ലേ? ഒരു നന്ദി കൊടുത്തേക്കാം. എല്ലാവരുടെയും മോളിനോളായിട്ട് ആവാഹിച്ച് ജാഫറേ നന്ദി.